ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ, നമ്മുടെ സിറാത്തുൽ മുസ്തഖീമിലൂടെയുള്ള സഞ്ചാരം, അതിൻ്റെ ഇനിയുള്ള സ്റ്റെപ്പ് നമുക്ക് വിശദീകരിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർത്തീകരിക്കാനുള്ള വാജിബുകളെ സംബന്ധിച്ചും നിർബന്ധമായിട്ടുള്ള കടമകളെ സംബന്ധിച്ചും മറ്റുമാണ്. ആ ഒരു വാജിബുകൾ പൂർത്തീകരിക്കുകയും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് തഖ്വ എന്നുള്ളത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തഖ്വ എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മേലുള്ള വാജിബുകൾ പൂർത്തീകരിക്കലും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ് തഖ്വ. അപ്പോൾ ഈ വാജിബുകൾ പൂർത്തീകരിക്കാൻ നമ്മൾ ഈ വാജിബുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാജിബുകൾ എന്ന് നേരത്തെ സൂചിപ്പിച്ചതിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക, കുഫറിൽ നിന്ന് വിട്ടുനിൽക്കുക, ബിദ്അത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാജിബുകൾ. അതിനുശേഷം പിന്നെ എക്സ്ട്രാ നമ്മുടെ മേൽ ബാധ്യതയായി വരുന്ന, പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിർബന്ധ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നേരത്തെ കുഫറിൻ്റെ ഇനങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒഴിവാക്കിയാൽ കാഫറാകുന്നത് ഒരേ ഒരു പ്രവർത്തനം കൊണ്ടാണ്. ഏതാണ്? നിസ്കാരം. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ മേൽ പ്രവർത്തിക്കൽ നിർബന്ധ ബാധ്യതയാകുന്ന കാര്യമാണെന്ത്? നിസ്കാരം എന്നുള്ളത്. എന്ന് വെച്ചാൽ, ഒരാളിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് ചൊല്ലിയതോടുകൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് പുറമെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിനൊന്നിനും ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയില്ല എന്നാൽ വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ജീവിതത്തിൽ അതുവരെ ആരാധിച്ചിരുന്ന എല്ലാത്തിനെയും ആരാധിക്കുന്നത് നിർത്തി, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അവൻ മാത്രമേ അതിനെ അർഹിക്കുന്നുള്ളൂ എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ, അയാൾക്ക് പിന്നെ ഏറ്റവും ആദ്യം നിർബന്ധമാകുക എന്താ? നിസ്കാരമാണ്. കാരണം സകാത്ത് എന്ന് പറയുന്നത് സമ്പത്തുള്ളവർക്കേ നിർബന്ധമാവുള്ളൂ. അതും എല്ലാ ദിവസവും നിർബന്ധമാവുന്ന കാര്യമല്ല. റമദാൻ നോമ്പും അങ്ങനെ തന്നെ, ആരോഗ്യമുള്ളവർക്കേ നിർബന്ധമാവുന്നുള്ളൂ. അതും വർഷത്തിലൊരു മാസം മാത്രം. ഹജ്ജ് എന്നുള്ളത് ആയുസിൽ തന്നെ ഒരു വട്ടം മാത്രമേ ഉള്ളൂ. ലൈഫ് ടൈമിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ നിർബന്ധമാവുന്നുള്ളൂ. പക്ഷെ നിസ്കാരമോ അത് ഡെയിലിയാണ്. അത് മാത്രമല്ല, ബാക്കി ഏത് പ്രവർത്തനം ഉപേക്ഷിച്ചാലും കാഫറാകുമോ കാഫറായില്ലയോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിസ്കാരം ഉപേക്ഷിച്ചാൽ സ്വഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത കാര്യമായി അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റഹിമഹുല്ലാഹി പോലുള്ള പല താബിഈങ്ങൾ പറയാറുണ്ട്, സ്വഹാബികൾ ഉപേക്ഷിച്ചാൽ കാഫറാകുന്നതായി നിസ്കാരമല്ലാത്തൊരു പ്രവർത്തനത്തെ കണ്ടിരുന്നില്ല എന്ന് താബിഈങ്ങളിൽപ്പെട്ട പല പണ്ഡിതന്മാരും ഉദ്ധരിച്ച് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും നമ്മൾക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടതായി വരുന്ന പ്രവർത്തനമാണെന്ത്? നിസ്കാരം. അപ്പം നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അള്ളാഹു ഖുർആനിലെ ആയത്തുകൾ പറഞ്ഞതുപോലെ വഅഖീമുസ്സല, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. അല്ലെങ്കിൽ ഇഖാമത്തോട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സമയത്ത് തന്നെ, അത് പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിർവഹിക്കുന്നതിനാണ് എന്ത് പറയാം? ഇഖാമത്ത് എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബാധ്യത അത് നമ്മൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി പഠിക്കണം. ഇതിന് ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ, ഏത് മദ്ഹബിൻ്റെ കിതാബുകളാണെങ്കിലും ഏറ്റവും ആദ്യം വരിക നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്.
നിസ്കാരം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണെന്ത്? ശുദ്ധി വരുത്തുക എന്നുള്ളത്, ത്വഹാറത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ശുദ്ധിയില്ല, അശുദ്ധിയോടുകൂടെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം എന്താവൂല? സ്വീകരിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദ. നിങ്ങളിൽ ഒരാൾ അശുദ്ധിയിലാണെങ്കിൽ അവൻ വുളൂ ചെയ്യുന്നത് വരേക്കും നിങ്ങളിൽ ഒരാളുടെയും നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് എന്ത്? വുളൂ നിർബന്ധമാകുന്ന സന്ദർഭങ്ങളുണ്ട്, അതേപോലെ തന്നെ കുളി നിർബന്ധമാകുന്ന സന്ദർഭങ്ങളുണ്ട്. അതിന് ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി എന്ന് പറയും. ചെറിയ അശുദ്ധി നമ്മൾ നീക്കം ചെയ്യേണ്ടത് എങ്ങനെയാണ്? വുളൂ ചെയ്താൽ ചെറിയ അശുദ്ധി നീങ്ങും, പിന്നെ നമുക്ക് നിസ്കരിക്കാം. പക്ഷെ വലിയ അശുദ്ധിയാണെങ്കിൽ എന്ത് ചെയ്യണം? കുളിക്കണം. കുളിച്ചാലേ നമ്മൾക്ക് പിന്നെ നിസ്കാരം ശരിയാവുകയുള്ളൂ. അത് പല ആളുകളും എന്താ പറയുക, ഇത്തരം വിഷയങ്ങൾ നമ്മുടെ പല പ്രൈവറ്റായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് പല ആളുകൾക്ക് അതിനെപ്പറ്റി ചോദിക്കാനും അന്വേഷിക്കാനൊക്കെ വളരെയധികം മടിയാണ്, നാണമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധി അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ അതെന്ത് ചെയ്യും? ബാത്തിലാകുന്നൊരവസ്ഥയിലേക്ക് അതെത്തും. നിസ്കാരം തന്നെ ബാത്തിലാകുന്ന അവസ്ഥയിൽ. അതുകൊണ്ടാണ് സ്വഹാബികളിൽപ്പെട്ട സ്ത്രീകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു പുരുഷനാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ മറ്റു സ്ത്രീകളോട് പോലും സംസാരിക്കുക വിഷമമുണ്ടാക്കുന്ന, നാണമുണ്ടാക്കുന്ന വിഷയം. പക്ഷെ എന്നിട്ട് പോലും ദീനിൻ്റെ കാര്യത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല? നാണക്കേട് കണക്കാക്കിയിട്ടില്ല. അവരെ പുകഴ്ത്തിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, റഹിം അള്ളാഹു നിസാ അൽ അൻസാർ. അൻസാരി സ്ത്രീകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്താ കാരണം? അവർക്ക് അവരുടെ ദീനിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരുടെ നാണക്കേട് അവരെ തടഞ്ഞില്ല. അവർ പലതും ചോദിക്കാറുണ്ട്, ഹൈദിൻ്റെ വിഷയം ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും സ്ത്രീകളുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ പലതും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ദീൻ പഠിക്കുന്നതിൽ എന്തു പാടില്ല? ഇമാം മുജാഹിദ് റഹിമുള്ള പറഞ്ഞതുപോലെ, ലാ യത്ലുബുൽ ഇൽമ മുസ്തഹീൻ വലാ മുസ്തക്ബിരിൻ. നാണം കാണിക്കുന്നവനും അഹങ്കരിക്കുന്നവനും എന്ത് ലഭിക്കുകയില്ല? ഇൽമ ലഭിക്കുകയില്ല. നാണം കാണിക്കുന്നവനും അഹങ്കരിക്കുന്നവനും ഇൽമ ലഭിക്കുകയില്ല എന്ന് സലഫുകളിൽപ്പെട്ട ഇമാം മുജാഹിദ് റഹിമുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ നിങ്ങൾ വളരെ ഒരു നാണക്കേടും വിചാരിക്കാതെ തന്നെ പഠിക്കുകയും അന്വേഷിക്കുകയും ചോദിക്കാനും തയ്യാറാവേണ്ടതുണ്ട്. റഹ്മത്തുള്ളാഹി. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വുളൂ ശരിയാകാൻ ചില കണ്ടീഷനുകളുണ്ട്. ഷുറൂത്തുൽ വുളൂ എന്നാണ് പറയുന്നത്. വുളൂവിൻ്റെ ഷർത്തുകൾ, കണ്ടീഷനുകൾ. അതിൽ ഒന്നാമത്തത് ഇസ്ലാമാണ്. നമുക്ക് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇസ്ലാം ഇല്ലാതെ ഒരു പ്രവർത്തനം എന്താവൂല? സ്വീകരിക്കപ്പെടൂല. രണ്ടാമത്തത് സ്ഥിരബുദ്ധിയാണ്, അഖല്. എന്ന് വെച്ചാൽ ഭ്രാന്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒതു കൊടുക്കേണ്ട ബാധ്യത അയാൾക്കില്ല. ഇനി ഒതു കൊടുത്താൽ അത് ശരിയാവുകയുമില്ല. മൂന്നാമത്തത് തമ്മീസ്. തമ്മീസ് എന്ന് പറഞ്ഞാൽ നന്നേ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്കും എന്തല്ല, നിസ്കാരം അല്ലെങ്കിൽ ഒതു കൊടുക്കൽ ബാധ്യതയില്ല. ഇനി ചെയ്താൽ അത് ശരിയാവുകയുമില്ല. തമ്മീസിൻ്റെ പ്രായം പല പണ്ഡിതന്മാരും പറയാറ് 7 വയസ്സ് വരെയാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയാറ് 7 വയസ്സ് വരെയാണെന്നാണ് പറയാറ്. നാലാമത്തത് നീയത്താണ്. നമുക്കറിയാം, എല്ലാ പ്രവർത്തനങ്ങൾ അത് നീയത്ത് പ്രത്യേകം നമ്മൾ ചൊല്ലി പറയേണ്ട കാര്യമൊന്നുമല്ല. ദീൻ ഇസ്ലാമിൽ എവിടെയും ഏത് സന്ദർഭത്തിലും നീയത്ത് ചൊല്ലി പറയുന്നൊരു സമ്പ്രദായമില്ല. നീയത്ത് എന്നുള്ളത് ഖൽബിൻ്റെ പ്രവർത്തനമാണ്. അത് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നീയത്ത് ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ എന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിൽ ഒരു ചിന്ത വരാതെ നമുക്കൊരു പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്തൊരു ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും ഒരു നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ പ്രവർത്തനങ്ങളും നീയത്തില്ലാതെ നമുക്കൊരു പ്രവർത്തനം പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നീയത്ത് എന്തായിരിക്കണം? ഈ നല്ല നീയത്തായിരിക്കണം.
ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, വുളു ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു നിസ്കരിക്കാൻ എനിക്ക് വുളു എടുക്കണം. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീയത്തുകൾ നമ്മൾ കരുതുക, ഉദ്ദേശങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അഞ്ചാമത്തെ കാര്യം, ഈ വുളു പൂർത്തിയാകുന്നത് വരേക്കും നമ്മൾ മനസ്സിൽ ഈ വുളു ഞാൻ അവസാനിപ്പിക്കുകയാണെന്നുള്ള ചിന്ത വയ്ക്കാതിരിക്കുക. എന്നുവെച്ചാൽ വുളു ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾ എന്ത് ചെയ്യണം, മനസ്സിൽ കരുതുകയാണ്, ഈ വുളു എന്ത് ചെയ്യേണ്ടതില്ല, ഈ വുളു ഞാൻ പൂർത്തിയാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ഇബാദത്തായിട്ട് ചെയ്യുന്നതല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു നീയത്ത്, ഈ വുളുവിനെ മുറിച്ച് കളയുന്ന എന്തെങ്കിലും ഒരു നീയത്ത് വന്നു കഴിഞ്ഞാൽ അതെന്തായിത്തീരും, ആ വുളു ശരിയാവൂല. ആ വുളു അങ്ങനെ നമ്മളിൽ ഉണ്ടാവുക സാധാരണ ഉണ്ടാവാറില്ല. പക്ഷെ ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, പറയാമെന്ന് വെച്ചാൽ ഈ വുളു പൂർത്തിയാകുന്നത് വരേക്കും നമ്മൾ ആ വുളുവിൽ തന്നെയാണെന്നുള്ള നീയത്ത് അത് മാറിപ്പോകാൻ പാടില്ല. ആറാമത്തെ ഷർത്ത് എന്നുള്ളത്, നമ്മൾക്ക് വുളു നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ, അത് പിന്നീട് വരുന്നുണ്ട്, പറയാം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് വുളു നിർബന്ധമാകുക. ആ കാര്യങ്ങൾ നമ്മളിൽ സ്റ്റോപ്പായിരിക്കണം, അവസാനിച്ചിരിക്കണം. ആ കാര്യങ്ങൾ ഉദാഹരണം മൂത്രം ഒഴിക്കുക. മൂത്രം ഒഴിച്ച് കഴിയുന്നതിന് മുമ്പ് വുളു എടുക്കാൻ പറ്റൂല എന്നർത്ഥം. മൂത്രം ഒഴിച്ച് കഴിയുന്നതിന് മുമ്പ് വുളു എടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം എന്താണോ വുളുവിനെ നിർബന്ധമാക്കുന്നത് അത് തീർന്നിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കീഴ്വായു പോവുക എന്നുള്ളത്, വുളു എടുക്കുന്നതിനിടയിലും പോകാം. അപ്പോൾ വുളു എടുക്കുന്നതിനിടയിൽ കീഴ്വായു പോയാൽ എന്താ ചെയ്യേണ്ടത്, വുളു എടുത്ത് പൂർത്തിയാക്കിയാൽ മതിയോ? പോരാ, ആദ്യം മുതൽ വുളു എടുക്കണം, ആദ്യം മുതൽ വുളു ചെയ്യണം. ഏഴാമത്തെ കണ്ടീഷൻ ഷർത്ത് എന്നുള്ളത്, മൂത്രമൊഴിക്കുകയോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ അവിടെ ശുദ്ധീകരിക്കുക. വെള്ളമോ കല്ലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെ ടിഷ്യോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ആ ഭാഗം ശുദ്ധീകരിക്കുക എന്നുള്ളത് മറ്റൊരു ഷർത്താണ്. അത് മലമൂത്ര വിസർജനത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ള വുളു നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ അത് വരുന്നില്ല. എട്ടാമത്തെ ഷർത്ത് എന്നുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ അനുവദനീയമായതും ശുദ്ധിയുള്ളതുമായിരിക്കണം. നമുക്ക് ഉപയോഗിക്കാൻ അനുവദനീയമായ വെള്ളവും ഉപയോഗിക്കാൻ അനുവദനീയമല്ലാത്ത വെള്ളം എങ്ങനെയാണ്, ഉദാഹരണത്തിന് മോഷ്ടിച്ചെടുത്ത വെള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ നമ്മൾ ഹറാമായ വഴികളിലൂടെ കരസ്ഥമാക്കിയ വെള്ളം. അതേപോലെ വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം, നജിസ് കലർന്ന വൃത്തികെട്ട വെള്ളമാകരുത്. ആണ് എട്ടാമത്തെ കണ്ടീഷൻ. ഒമ്പതാമത്തത് ശ്രദ്ധിക്കണം, നമ്മുടെ വെള്ളം ഈ അവയവങ്ങളിലേക്ക്, വുളുവിൻ്റെ സ്ഥലം നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്, ആ അവയവങ്ങളിലേക്ക് വെള്ളം എത്തുക, അതിൻ്റെ തൊലിയിലേക്ക് വെള്ളം തട്ടുക എന്നുള്ളതാണ് വുളുവിൻ്റെ നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ തൊലിയിലേക്ക് വെള്ളം എത്താതെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യണം. ഇപ്പോൾ ചില എന്താ പറയുക, മെക്കാനിക്കുകൾ, വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർ ശരീരത്തിലേക്ക് ചില ഗ്രീസുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ തൊലിയിലേക്ക് പിന്നെ എന്ത് ചെയ്യില്ല, വെള്ളം കടക്കൂല. ചില ഇങ്കുകൾ, മഷി, പേനയുടെ വെള്ളം കടക്കാത്തതുണ്ട്. ചില ഹെന്ന, മൈലാഞ്ചി പോലത്തെ കെമിക്കൽ അടങ്ങുന്ന പല കാര്യങ്ങളും വെള്ളം കലരില്ല. ചില സ്റ്റിക്കറുകളും മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് നീക്കം ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, വുളു ചെയ്യാൻ ആരംഭിക്കാൻ. എന്നിട്ട് വേണം വുളു, കാരണം ഈ തൊലിയിലേക്ക് വെള്ളം എത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോഴാണത് വുളു ശരിയാവുകയുള്ളൂ. 10ാമത്തെ നിബന്ധന എന്നുള്ളത്, അത് എല്ലാവർക്കും ഉള്ളതല്ല, എപ്പോഴും അശുദ്ധിയിലായി നിൽക്കുന്ന ആളുകൾ, ഏതുപോലെ പ്രായം വളരെയധികം അധികരിച്ച് മൂത്രവാർച്ച എപ്പോഴും മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, ഒരുപാട് പ്രായമൊക്കെ ആയകൾ. അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ഹൈദിൻ്റെ ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, ഇസ്തിഹാദ എന്ന് അറബിയിൽ പറയും, ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് നിസ്കാരത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ വുളു
നമ്മളൊക്കെ സാധാരണ നമ്മളെ സംബന്ധിച്ച് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ എടുത്ത വുളു ആണെങ്കിലും ആ വുളു മുറിയാത്തിടത്തോളം നമുക്ക് എന്ത് ചെയ്യാം, എത്ര നിസ്കാരമാണെങ്കിലും നിസ്കരിക്കാം, എത്ര നിസ്കാരമാണെങ്കിലും നിസ്കരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, മൂത്രവാർച്ചയോ അല്ലെങ്കിൽ ഇസ്തിഹാലയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നിസ്കാരത്തിനാണോ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരത്തിന് സമയമായാൽ അപ്പോൾ വുളു എടുക്കുക, പെട്ടെന്ന് തന്നെ നിസ്കരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരാൾ വുളു എടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരാൾ വുളു എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ വുളു നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ളുഹർ നിസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ നിലനിൽക്കൂല, കാരണം മൂത്രം വാർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇസ്തിഹാല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിസ്കാരത്തിന് സമയമായാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, പരമാവധി വൃത്തിയാക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി വൃത്തിയാക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ വുളു ചെയ്യുക, നിസ്കരിക്കുക. അങ്ങനെയാണ് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്. അതാണ് വുളുവിൻ്റെ 10 കണ്ടീഷനുകൾ, ഷർത്തുകൾ. പിന്നെ ശ്രദ്ധിക്കാനുള്ള, വുളുവിൽ നമ്മൾ നിർബന്ധമായും കഴുകേണ്ട അവയവങ്ങൾ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 6 എണ്ണമാണ്. ഫുറൂദുൽ വുളു എന്നാണ് പറയുന്നത്. വുളുവിൻ്റെ ഫർളുകൾ 6 എണ്ണമാണ്. ഒന്നാമത്തേത് മുഖം കഴുകുക എന്നുള്ളത്. ഒന്നാമത്തേത് മുഖം കഴുകുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, മുഖത്തിൻ്റെ ബൗണ്ടറി എന്താ? മുഖത്തിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാൾക്ക് മുടി വരുന്ന ഈ ഇവിടം മുതൽ ഇവിടം വരെ, ഇതുവരെ അല്ല കേട്ടോ, ഇതുവരെ താഴെ. പക്ഷെ പലരുടെയും ഇവിടെ നനയാറില്ല, താഴ്ഭാഗം. അതേപോലെ തന്നെ വീതിയാണെങ്കിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ. അപ്പം ഇതിനിടയിലുള്ളത് മുഴുവൻ മുഖമാണ്. ഇടയിലുള്ളതെല്ലാം എന്ത് ചെയ്തിരിക്കണം, നനഞ്ഞിരിക്കണം. ഇതിനിടയിലുള്ള എല്ലാ ഭാഗങ്ങളും നനഞ്ഞിരിക്കണം. അപ്പോൾ നനയുക എന്ന് പറയുമ്പോൾ അതിൽ പെടുന്ന കാര്യമാണെന്ത്, താടി നല്ല കട്ടിയുള്ള താടിയാണെങ്കിൽ താടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം അത്ര നിർബന്ധമൊന്നുമില്ല. വളരെ കട്ടിയുള്ള താടി രോമങ്ങളുള്ള ആളുകളാണെങ്കിൽ, വളരെ തിക്കുള്ള രോമങ്ങളുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ വളരെ നേർത്ത താടി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് എത്തണം. അത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം എടുക്കണം, ചെറിയ രോമങ്ങളാണെങ്കിൽ. പിന്നെ അങ്ങനെ എത്താൻ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുന്നതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് നിർബന്ധമല്ല, അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം, വെള്ളം എത്തുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പം ഈ മുഖത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണെന്ത്, മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റാണ്. മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നമ്മൾ കൊപ്പിളിക്കുക, കൊലുക്കൊഴിയുക എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചെയ്യലും മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റലും ഈ മുഖത്തിൽ ഈ ഒന്നാമത്തെ ഫർദിൽ പെടുന്ന കാര്യമാണ്. അതിന് വിശദമായിട്ടുള്ള രൂപം പിന്നീട് നമുക്ക് പറയാം. രണ്ടാമത്തെ ഫർദ് എന്നുള്ളത് 2 കൈകൾ മുട്ടുൾപ്പെടെ, ശ്രദ്ധിക്കണേ, മുട്ട് വരെയല്ല, ഇതുവരെ എത്തിയാൽ പോരാ, ഇതും കഴുകണം, മുട്ടും കഴുകണം. ചിലരുടെ ഇവിടം വരെ വെള്ളം എത്തുള്ളൂ, ഇതുവരെ, ഇതൊന്നും നനയൂല. മുട്ട് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മുട്ടും നനയണം. നമ്മൾ കഴുകുന്നത് മുട്ടും കവർ ചെയ്തുകൊണ്ടായിരിക്കണം. രണ്ടാമത്തെ ഫർദ് അതാണ്, 2 കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക എന്നുള്ളത്. മൂന്നാമത്തെ ഫർദ് തല തടവുക എന്നുള്ളതാണ്. തല കഴുകലല്ല, തല തടവലാണ്. തടവുക എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ കുറേ വെള്ളം എടുക്കണമെന്നില്ല, നനവുണ്ടായാൽ മതി. ആ നനവോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തുക, തല മുഴുവൻ തടവുക. പിന്നീട് വരുന്നുണ്ട് വിശദമായിട്ട്. തലയിൽ പെട്ടതാണ് എന്ത്, 2 ചെവികൾ. 2 ചെവികൾ തലയിൽപ്പെട്ട. അപ്പോൾ ചെവി എന്ത് ചെയ്യണം, തടവണം. തലയും ചെവിയും തടവുക ആണ് മൂന്നാമത്തെ ഫർദ്. നാലാമത്തെ ഫർദ് എന്നുള്ളത് 2 കാലുകൾ കഴുകുക. അതിന് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കൈയുടെ മുട്ട് പറഞ്ഞതുപോലെ തന്നെ കാലിൻ്റെ നെരിയാണി ഉൾപ്പെടെ, നെരിയാണി വരെ കഴുകിയാൽ പോരാ, നെരിയാണി ഉൾപ്പെടെ കഴുകണം. അപ്പം 2 നെരിയാണികൾ
രണ്ട് വശത്തുമുണ്ട് നെരിയാണി. ആ നെരിയാണി ഉൾപ്പെടെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെയുള്ള മുഴുവൻ ഭാഗങ്ങളും നിർബന്ധമായും കഴുകേണ്ട ഭാഗങ്ങളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് താഴെയുള്ള മുഴുവൻ ഭാഗങ്ങളും നിർബന്ധമായും കഴുകേണ്ട ഭാഗങ്ങളാണ്. വലൈക്കും സലാം. അഞ്ചാമത്തെ ഫറദ് എന്നുള്ളത് തർത്തീബാണ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമം, ഓർഡർ തെറ്റിക്കാൻ പാടില്ല. ആദ്യം മുഖം കഴുകണം. അപ്പോൾ മുഖത്തിന് മുമ്പ് എന്ത് വരും? ഈ മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റൽ വരും. പിന്നെ മുഖം, ബാക്കിയുള്ള മുഖം കഴുകണം. പിന്നെ 2 കൈകൾ, പിന്നെ തല, പിന്നെ കാല്. ഈ ഒരു ക്രമം തെറ്റിക്കാൻ പാടില്ല. ആറാമത്തെ നിർബന്ധം എന്നുള്ളത് അതിന് മുവാലാത്ത് എന്ന് പറയാം. മുവാലാത്ത് പറഞ്ഞാൽ തുടർച്ച ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ മുഖം കഴുകി, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ കൈ കഴുകി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാല് കഴുകിയാൽ എന്താവില്ല, അത് വുളു ആവുകയില്ല. തുടർച്ച വേണം. തുടർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാബിത്ത് എന്താ? നമ്മൾ ഇപ്പോൾ കഴുകുന്ന അവയവത്തിന് തൊട്ടുള്ള അവയവം എന്ത് ചെയ്തിരിക്കരുത്? ഉണങ്ങിപ്പോകാൻ പാടില്ല. ഉണങ്ങിപ്പോകാൻ സാധാരണ ഉള്ളൊരു കാലാവസ്ഥയിൽ നമ്മളിപ്പോൾ മുഖം കഴുകി, പിന്നെ മുഖമൊക്കെ ഉണങ്ങി അവിടുത്തെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈ കഴുകുന്നതെങ്കിൽ അവിടെ എന്തില്ല? മുവാലാത്തില്ല. അത് വുളുവായി പരിഗണിക്കപ്പെടില്ല. അത് വുളുവായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. ആറാമത്തെ ഫർദ് എന്നുള്ളത് അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വുളുവിൻ്റെ രൂപം എന്നുള്ളത്, നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ആ ഭാഗം വെള്ളം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ വൃത്തിയാക്കുക. കല്ലുകൊണ്ടോ വെള്ളം കൊണ്ടോ ഒക്കെ വൃത്തിയാക്കുക. ഇനി അങ്ങനെ ഒരു മലമൂത്ര വിസർജനത്തിൽ പോയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വുളു നേരെ ആരംഭിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കൽബിൽ നിയ്യത്ത് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. നമ്മൾ നമ്മുടെ അശുദ്ധി ഉയർത്തുകയാണ്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോവുകയാണ്. ബിസ്മില്ല പറയാം. ബിസ്മില്ല പറയാൻ നിർബന്ധമൊന്നുമല്ല, സുന്നത്താണ്. വുളു ആരംഭിക്കുമ്പോൾ ബിസ്മി പറയാൻ സുന്നത്താണ്. അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് എന്ത്? വുളു ആരംഭിക്കുന്നതിന് മുമ്പ് 2 റിസ്റ്റുകൾ വരെ ഇത് മാത്രം കഴുകുക എന്നുള്ളത് 3 പ്രാവശ്യം. പ്രത്യേകിച്ച് എപ്പോൾ? രാത്രി നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ആദ്യമായി വുളു ചെയ്യുന്നതിന് മുമ്പ്. രാത്രി നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ ടബിലേക്ക് കൈയിട്ടിട്ട് വുളു എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? കുറച്ച് കപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക? കൈ രണ്ടും കഴുകുക. അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കയ്യിൽ ഒരു കോരൽ വെള്ളം എടുക്കുക. ഒരു കോരൽ വെള്ളം. ഈ ഒരേ കോരൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? വായിലേക്കും മൂക്കിലേക്കും കയറ്റേണ്ടത്. വായിലേക്കും മൂക്കിലേക്കും കയറ്റേണ്ടത്. അപ്പോൾ നമ്മൾ കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോമ്പുകാരനല്ലെങ്കിൽ പരമാവധി ഉള്ളിലേക്ക് കയറ്റാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിൻ്റെ ഏറ്റവും അറ്റത്തേക്ക്, ഹൈഷൂം എന്ന് പറയാം, തരിമൂക്ക് എന്ന് മലയാളത്തിൽ പറയും, അവിടം വരെ വെള്ളം എത്തിക്കാൻ ശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ശൈത്താൻ ഒരു മനുഷ്യനിൽ രാത്രി എവിടെ താമസിക്കുക? അവിടം വരേക്കും വെള്ളം എത്തിക്കാൻ സാധിക്കുമെങ്കിൽ പരമാവധി ശ്രദ്ധിക്കുക. പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. അതേപോലെ തന്നെ വായിലും പരമാവധി എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുക? വെള്ളം എത്തിക്കാൻ ശ്രദ്ധിക്കുക. നോമ്പുകാരൻ മാത്രമാണ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? വായിലേക്കും മൂക്കിലേക്കും വെള്ളം കയറ്റി ചീറ്റേണ്ട നോമ്പുകാരൻ മാത്രം. ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? മാക്സിമം സുന്നത്തായിട്ടുള്ളത്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് പരമാവധി മാക്സിമം ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കയറ്റേണ്ടത് വലത്തേ കൈ കൊണ്ടാണ്. കയറ്റാൻ വെള്ളം എടുക്കേണ്ടത് വലത്തേ കൈയിലാണ്. മൂക്ക് ചീറ്റി കളയേണ്ട ഏത് കൈ കൊണ്ടാണ്? ഇടത്തേ കൈ കൊണ്ടാണ്. അത് ദീനിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. നല്ല കാര്യങ്ങൾക്ക് മാത്രമേ വലത്തേ കൈ ഉപയോഗിക്കാറുള്ളൂ. സലാം പറയുമ്പോൾ മുസാഫത്ത് കൊടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, അങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങൾ, നജസ് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, മറ്റുള്ളതിനൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഇടത്തേ കൈ ഉപയോഗിക്കുക. പിന്നെ ആറാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ ഈ ഒരു രൂപത്തിൽ വുളുവിൻ്റെ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റിക്കഴിഞ്ഞാൽ പിന്നെ മുഖം കഴുകുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞു, അതിൻ്റെ ബൗണ്ടറിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ മുതൽ ഇതുവരേക്കും, ഇത് മുതൽ ഇതുവരേക്കും, ഇതിനിടയിലുള്ളത് മുഴുവൻ കഴുകുക എന്നുള്ളതാണ്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ആളുകളും ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കൈ കഴുകിയല്ലോ, 2 റിസ്റ്റുകൾ സുന്നത്താണ്, നിർബന്ധമല്ല. അപ്പം അങ്ങനെ കഴുകുന്ന ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യും, പിന്നെ കൈ കഴുകുമ്പോൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കഴുകും, ഇത്രയും ഭാഗം കഴുകും, ഇവിടെ കഴുകൂല. ഇത് കഴുകൽ നിർബന്ധമാണ്. കൈ എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ, മുട്ടുൾപ്പെടെ ഇതിനറ്റം വരെ, ഇതെല്ലാം കയ്യിൽ ഉൾപ്പെടും. ഇതെല്ലാം കയ്യിൽ ഉൾപ്പെടും. ആദ്യം നമ്മൾ കഴുകുന്നത് അതൊരു സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അത് പല പണ്ഡിതന്മാരും വുളുവിൻ്റെ ഭാഗമല്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വുളുവായിട്ട് കണക്കാക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താ, ഇവിടെ വുളുവിൻ്റെ ഫർള് എന്താ, ഈ വിരലിൻ്റെ അറ്റം മുതൽ മുട്ടുൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇത്ര മാത്രം കഴുകിയാൽ മതിയാവൂല, ഇവിടെയും കഴുകണം, ഈ ഭാഗവും കഴുകണം, അത് വിട്ടുപോകാൻ പാടില്ല. പിന്നെ തല കഴുകുക എന്നുള്ളതാണ്, തല തടവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടം വരെ പോയി വീണ്ടും എന്ത് ചെയ്യുക, തിരിച്ച് ഇവിടം വരേക്ക് വരിക. അങ്ങനെയാണ് തല തടവേണ്ടത്. അതിനുശേഷം ചെവി തടവുക. ചെവി തടവേണ്ടത് ഈ ചൂണ്ടുവിരൽ ചെവിയുടെ ഉള്ളിലേക്ക് തിരുകുകയും എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറം ഭാഗം തടവുകയും ചെയ്യും. പിന്നെ 10ാമത്തെ ഈ വുളുവിൻ്റെ രീതിയുമായി കടന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കാല് കഴുകലാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 2 നെരിയാണി ഉൾപ്പെടെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെയുള്ള എല്ലാ കാര്യങ്ങളും കഴുകണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകളുടെ കാൽ വിരലുകൾ തമ്മിൽ ചേർന്നിരിക്കുകയായിരിക്കും, വളരെ അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ആ വിരലുകൾക്കിടയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ കാൽ വിരലുകൾക്കിടയിൽ ഈ വിരൽ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഉള്ളിലേക്ക് വെള്ളം കയറാൻ വേണ്ടി ആക്കി കൊടുക്കാറുണ്ട്. കാൽ വിരലുകൾക്കിടയിൽ ഈ വിരൽ എന്ത് ചെയ്യാറുണ്ട്, ഇട്ട് കൊടുക്കാറുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത്. അങ്ങനെയില്ല, ഏത് വിരലും ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അത് ഏതെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം, ഈ വിരൽ തന്നെ ആകണമെന്നില്ല. ഓരോരുത്തർക്ക് എങ്ങനെയാണ് സൗകര്യം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ വുളു കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, വുളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതേപോലെ തന്നെ മറ്റു ചില റിവായത്തുകളിൽ അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ എന്നുള്ള പ്രാർത്ഥനയും ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കഴുകുന്നത് 3 പ്രാവശ്യമായിട്ട് കഴുകാം, 2 പ്രാവശ്യമായിട്ട് കഴുകാം, 1 പ്രാവശ്യമായിട്ടും കഴുകാം. എങ്ങനെയും ചെയ്യാം. ഏറ്റവും മികച്ച രൂപം, ഏറ്റവും അഫ്ളലായത് 3 പ്രാവശ്യം കഴുകുക എന്നുള്ളത്. ഏറ്റവും അഫ്ളലായിട്ടുള്ളത് 3 ഏതൊഴികെ, തലയൊഴികെ. തല 1 പ്രാവശ്യം മാത്രം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന അതിന് 1 പ്രാവശ്യമായിട്ട് കണക്കാക്കുക. ബാക്കി എല്ലാ അവയവങ്ങളും 3 പ്രാവശ്യം. അത് മധുമതയും ഇസ്തിൻഷാക്കും, മൂക്കിലേക്കും വായിലേക്കും വെള്ളം കയറ്റി ചീറ്റലാണെങ്കിലും, മുഖം കഴുകലാണെങ്കിലും, കൈ കഴുകലാണെങ്കിലും, അതുപോലെ കാല് കഴുകലൊക്കെ 3 പ്രാവശ്യം ചെയ്യലാണ് ഏറ്റവും അഫ്ളൽ. 2 ആക്കാം, 1 ആക്കാം. ഒരു പ്രാവശ്യം കൊണ്ട് കഴുകുമ്പോൾ തന്നെ അത് പൂർണ്ണമായി നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ അവയവങ്ങളിലേക്ക് എത്തിയെന്ന് തോന്നുകയാണെങ്കിൽ 1 പ്രാവശ്യത്തിൽ അവസാനിപ്പിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വുളുവിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. അത് 4 കാര്യങ്ങളാണ്. പിന്നെ വുളു മുറിച്ച് കളയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. വുളു മുറിച്ച് കളയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് 2 സബീൽ, 2 വഴികൾ, 2 ദ്വാരങ്ങൾ. അത് ആണിനുണ്ട് പെണ്ണിനുണ്ട്. അതിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും എന്ത് ചെയ്യും, വുളു നഷ്ടപ്പെടും. അതിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും വുളു നഷ്ടപ്പെടും. അത് മുൻദ്വാരമാണെങ്കിലും പിൻദ്വാരമാണെങ്കിലും അതിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും, സാധാരണഗതിയിൽ മലമൂത്രമാണ് പുറത്തേക്ക് വരിക. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മതി, വതി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പിന്നീട് പറയാം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ബുദ്ധി നീങ്ങുക എന്നുള്ളതാണ്.
രണ്ടാമത്തെ വുളു മുറിച്ച് കളയുന്ന കാര്യം, അത് ഇപ്പോൾ ബോധം കെട്ട് വീഴുക, അല്ലെങ്കിൽ ഭ്രാന്തുള്ള ഒരാളെങ്കിൽ ചിലർക്ക് ഭ്രാന്ത് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വന്നു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഭ്രാന്ത് ബാധിക്കുക, അല്ലെങ്കിൽ ലഹരി ബാധിക്കുക, ഇതൊക്കെ എന്ത് ചെയ്യണം? വുളുവിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ. ബുദ്ധി നീങ്ങുക എന്നുള്ളത്, അത് ഉറങ്ങിയാലും മതി. പെട്ടെന്ന് ഉറങ്ങിപ്പോവുക എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഇശാ നിസ്കരിക്കാൻ ജമാഅത്തിന് വൈകി വന്നപ്പോൾ സഹാബികൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരുന്നു കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഇരിക്കുകയാണ്, സൊഫിലിരിക്കുകയാണ്, നിസ്കാരത്തെ കാത്തിരിക്കുകയാണ്. ഞങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങി ഇങ്ങനെ വീഴുന്നുണ്ട്, ഇരുന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ ചമ്മറം പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയാറില്ല, അങ്ങനെ ഇരിക്കുക. പക്ഷെ പലരും ഉറങ്ങിയിട്ട് എന്ത് ചെയ്യും? തല ഇങ്ങനെ വീണ് പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അങ്ങനെ തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്തു. അവരാരും വുളു ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മുടെ കണ്ണെന്നുള്ളത് നമ്മുടെ പിൻദ്വാരത്തിലൊരു കെട്ടിടുന്നത് പോലെയാണ്. ഈ കണ്ണ് അടഞ്ഞു പോയാൽ ഈ കെട്ട് അഴിഞ്ഞു പോകും. എന്നുവെച്ചാൽ പിന്നെ എന്തെങ്കിലും പുറത്തേക്ക് കീഴുവായോ മറ്റെന്തെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അപ്പം നമ്മുടെ പിൻദ്വാരം നിലത്ത് അമർന്നിരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ചെറിയൊരു കണ്ണടഞ്ഞു പോകുന്ന മയങ്ങിപ്പോകുന്ന രൂപത്തിലാണെങ്കിൽ അതെന്ത് ചെയ്യില്ല? വുളു നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ കണ്ണടഞ്ഞു പോകുന്ന പോലെ, ജുമുഅക്കിരിക്കുമ്പോൾ കണ്ണടഞ്ഞു പോകുന്നു, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ഉറക്കങ്ങൾ, ചെറിയ ചെറിയ മയക്കങ്ങൾ, അങ്ങനെയാണെങ്കിൽ നിലത്ത് നമ്മൾ അമർന്നിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഒരു ഇരുത്താണ്. പക്ഷേ അപ്പോഴും ചില പണ്ഡിതന്മാർ പറയുന്നത്, ചാരി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫുൾ സപ്പോർട്ട് ചാരി, അല്ലെങ്കിൽ ചിലർ കിടക്കുകയാണ്, കിടന്നിട്ട് പറയും ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടേ ഉള്ളൂ എന്ന് പറയും. അവൻ കുറേ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ലത് വുളു എടുക്കലാണ്. അതല്ല നമ്മൾ വളരെ നിലത്ത് അമർന്നിട്ട് ഇരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് അടഞ്ഞു പോയിട്ടേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വുളു എടുക്കാതെ തന്നെ നിസ്കരിക്കാം, വുളു പോയിട്ടുണ്ടാവില്ല. മൂന്നാമത്തെ വുളു മുറിച്ച് കളയുന്ന കാര്യം ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കാമെന്നാണ്. ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ച് മറ്റെന്തെങ്കിലും മലമൂത്ര വിസർജനത്തിന് പോകുന്ന കാര്യമല്ല പറയുന്നത്. ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചാൽ തന്നെ എന്തായി? വുളു മുറിയും. അത് ഹദീസുകൾ അങ്ങനെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ആട്ടിൻ്റെ ഇറച്ചി കഴിച്ചിട്ട് പിന്നെ എന്ത് വുളു ചെയ്യേണ്ടതുണ്ടോ? നീ ഉദ്ദേശിക്കുന്നെങ്കിൽ വുളു ചെയ്തോ, ഉദ്ദേശിക്കുന്നെങ്കിൽ വുളു ചെയ്യേണ്ട, നിൻ്റെ ഇഷ്ടം. അങ്ങനെ കുറേ 2-3 കാര്യങ്ങൾ ചോദിക്കും. അവസാനം ചോദിക്കുന്നത് ഒട്ടകത്തിനെ പറ്റിയിട്ട്. ഒട്ടകത്തിനെ ഭക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വുളു എടുക്കണോ? അപ്പോൾ വുളു എടുക്കണം. അവിടെ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല. ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ച് കഴിഞ്ഞാൽ വുളു എടുക്കണം. നാലാമത്തെ കാര്യം എന്നുള്ളത്, ഒരു പുരുഷൻ എന്ത് ചെയ്യാം? അവൻ്റെ ലൈംഗിക അവയവം മറയില്ലാതെ സ്പർശിക്കാമോ? മറയില്ലാതെ സ്പർശിക്കുക. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫിഖ്ഹിൻ്റെ പല മസലകളിലും അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണിത്. അത് ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ രൂപത്തിൽ, മറയില്ലാതെ സ്പർശിക്കാമെന്ന്. ചിലർ പറയുന്നത് മറയില്ലെങ്കിലും ശഹവത്തോടെ സ്പർശിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? വുളു മുറിയുള്ളൂ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. വേറെ ചിലർ പറയുന്നത് എങ്ങനെ സ്പർശിച്ചാലും മതി പുറത്തേക്ക് വന്നാൽ, എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യുള്ളൂ? വുളു മുറിയുള്ളൂ എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഖിലാഫുള്ള വിഷയം, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. പ്രശ്നമില്ല. അത് വുളുവുമായി ബന്ധപ്പെട്ട കാര്യമില്ല, നിങ്ങളുടെ ഔറത്തുമായി ബന്ധപ്പെട്ട കാര്യം. വുളുവിനെ ബാധിക്കുന്നില്ല. ഔറത്ത് ഒഴിവാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. മുട്ട് പൊക്കളിനിടയിലുള്ളത് ഔറത്താണ്. അത് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് വിഷയം വരുന്നുണ്ട്. ഇതാണ് വുളു മുറിച്ച് കളയുന്ന കാര്യങ്ങൾ, 4 കാര്യങ്ങൾ. പിന്നുള്ളത് വലിയ അശുദ്ധിയാണ്. വലിയ അശുദ്ധി ശുദ്ധീകരിക്കുക എങ്ങനെയാണ്? എന്തൊക്കെയാണ് വലിയ അശുദ്ധി? നമ്മൾ ആദ്യം പഠിക്കണം. പക്ഷെ കുളി നമുക്ക് എപ്പോഴൊക്കെയാണ് നിർബന്ധമാവുക? കുളി നിർബന്ധമാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുളിച്ചാലേ നമുക്ക് നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ
3 കാര്യങ്ങളാണ്. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, മനീയ് എന്ത് ചെയ്യാം, വളരെ ഫോഴ്സോടുകൂടെ ഒരു ലذത്ത് തരുന്ന രൂപത്തിൽ, ഒരു പ്ലഷർ തരുന്ന രൂപത്തിൽ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനി പുറത്തേക്ക് വരിക എന്നുള്ളത് അത് സ്വപ്നത്തിൽ ഉറക്കത്തിലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ആ രൂപത്തിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുളി നിർബന്ധമാകും. രണ്ടാമത്തേത്, ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കണം, മനി പുറത്തേക്ക് അവിടെ വന്നിട്ടില്ലെങ്കിലും കുളി നിർബന്ധം. പുരുഷൻ്റെ ലൈംഗികാവയവം സ്ത്രീയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കുളി നിർബന്ധമായി. പല ആളുകൾക്ക് അറിയില്ല. പലരും, വിവാഹിതരായിട്ടുള്ള പല ആളുകൾ പോലും കരുതിയിട്ടുള്ളത് മനി പുറത്തേക്ക് വന്നാലേ കുളി നിർബന്ധമാവുള്ളൂ എന്ന്. മൂന്നാമത്തെ കാര്യം, ഹൈദിൻ്റെയോ നിഫാസിൻ്റെയോ രക്തം വരിക എന്നുള്ളതാണ്. ഹൈദ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഒരു മാസത്തിൽ നമ്മൾ മെൻസസ് എന്ന് പറയാറുണ്ട്. അതാണ് ഹൈദ്. അത് അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുളിക്കൽ നിർബന്ധമാണ്. അത് സ്റ്റോപ്പായി കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ നിഫാസ് പറഞ്ഞാൽ പ്രസവരക്തം എന്ന മലയാളത്തിൽ പറയും. പ്രസവിക്കുമ്പോൾ കുറച്ച് കാലയളവിൽ എന്ത് ചെയ്യും, അവർക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുടങ്ങാതെ രക്തം വന്നുകൊണ്ടേയിരിക്കും. ആ രക്തം അവസാനിക്കും. അത് സാധാരണഗതിയിൽ ആവറേജ് ഒരു 40 ദിവസമാണ്. ചിലർക്ക് കൂടും, ചിലർക്ക് കുറയും. അപ്പം അതും അവസാനിച്ചാൽ എന്ത് ചെയ്യണം, കുളിക്കൽ നിർബന്ധമാണ്. കുളിക്കേണ്ട രൂപം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, 2 രൂപമുണ്ട്. ഒന്ന് നമുക്ക് മതിയാകുന്ന രൂപമുണ്ട്, ഒന്ന് പൂർണ്ണമായ രൂപമുണ്ട്. മതിയാകുന്ന രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിയത്തുണ്ടാവുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ എല്ലാവിടേക്കും വെള്ളം എത്തുക. ശരീരത്തിൽ എല്ലാവിടേക്കും എന്നുവെച്ചാൽ ഒരാളിപ്പോൾ എന്ത് ചെയ്യണം, ഒരു പുഴയിൽ ഒന്ന് പോയി ചാടി എഴുന്നേറ്റ് വരികയാണ്. ഒന്ന് ചാടി മുങ്ങിയിട്ട് പുഴയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കുളിയായി. അത്രേ ഉള്ളൂ. വെച്ചാൽ കുളിയുടെ മതിയായ രൂപം എന്ന് പറയുന്നത് ശരീരത്തിൽ എല്ലാവിടേക്കും, എല്ലാ അവയവങ്ങളിലേക്കും വെള്ളം എത്തുക എന്നുള്ളത്. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പലരും വിട്ടുപോകുന്ന കാര്യം എന്നുള്ളത്, ശരീരത്തിൻ്റെ എല്ലാവിടേക്കും വെള്ളം എത്തുക എന്ന് പറയുമ്പോൾ അതിലെന്തും പെടും, മൂക്കിലേക്കും വായിലേക്കും വെള്ളം എത്തണം. പുഴയിൽ ചാടി വരുമ്പോൾ വായും മൂക്കും കൊപ്പിളിച്ച് കഴിഞ്ഞ് മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റിക്കളഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ എന്തായി, കുളി പൂർണ്ണമാവും. അത് ശ്രദ്ധിക്കണം. ഇതാണ് ഒന്നാമത്തെ രൂപം. ഇതല്ലാത്ത പൂർണ്ണമായ രൂപമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് കാണിച്ചു തന്ന രൂപം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്, ആദ്യം എന്ത് ചെയ്യും, ബിസ്മി ചൊല്ലും. അത് വുളൂവിൽ പറഞ്ഞതുപോലെ തന്നെ കുളിയിലും സുന്നത്താണ്. എന്നിട്ട് എന്ത്, 2 കൈകൾ ആദ്യം കഴുകും. നേരത്തെ പറഞ്ഞു, വുളു ആരംഭിക്കുന്നതിന് മുമ്പ് 2 കൈകൾ ആദ്യം കഴുകും. കൈകൾ പറഞ്ഞ ഈ ഭാഗം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മനി ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും, ആ ഭാഗങ്ങൾ മുഴുവൻ വൃത്തിയാക്കും. ആ പ്രൈവറ്റ് പാർട്ടും അതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, വൃത്തിയാക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇടത്തേ കൈ കൊണ്ട് വൃത്തിയാക്കേണ്ടത്. വെള്ളം ഒഴിക്കേണ്ടത് വലത് കൈ കൊണ്ടും നമ്മൾ വൃത്തിയാക്കേണ്ടത് ഇടത് കൈ കൊണ്ടും. അങ്ങനെ വൃത്തിയാക്കി അതിന് ശേഷം എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്, ഈ ഇടത്തേ കൈ മണ്ണിലടിക്കും. എന്നുവെച്ചാൽ ആ ഒരു വൃത്തികേട് ശുദ്ധിയാകാനുള്ള ടെക്നിക്കാണ് മണ്ണ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത്. തലയിട്ട പാത്രം വൃത്തിയാക്കി മണ്ണിട്ടിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് മണ്ണ് തന്നെ വേണമെന്നില്ല, സോപ്പോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ആ ഒരു കൈ സോപ്പിട്ട് വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, എന്നിട്ട് അതിന് ശേഷം സാധാരണ വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കും. നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്നത് പോലെ. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, കാല് മാത്രം അവസാനം കഴുകും. ബാക്കി മുഴുവൻ വുളു എടുക്കുന്ന പോലെ ചെയ്തിട്ട് കാല് മാത്രം അവസാനം കഴുകും. അതിന് കാരണം എന്താ വെച്ചാൽ, പണ്ട് കുളിച്ചിരുന്നത് ഒരു പാത്രം പോലത്തെ ഒരു കാര്യത്തിൽ കയറി നിന്നിട്ടാണ് കുളിക്കുക. അപ്പം എന്ത് ചെയ്യും, നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാലിൻ്റെ ഭാഗം മുഴുവൻ ഈ വെള്ളത്തിലായിരിക്കും. പാത്രം പോലത്തെ ഒരു കാര്യത്തിൽ കയറി നിന്നിട്ട് കുളിക്കുമ്പോൾ കാലിൻ്റെ ഭാഗം വെള്ളത്തിലായിരിക്കും. അപ്പോൾ ആ
ഇതൊക്കെ കൂടിക്കലർന്ന ഈ ഒരു എന്താ പറയുക, ഈ നജസൊക്കെ അടങ്ങുന്ന വെള്ളമായിരിക്കും കാലിലുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, അവസാനം മാറി നിന്നിട്ട് കാല് മാത്രം കഴുകും. ചില സമയത്ത് അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ മുഴുവൻ ഉളു കാല് വഴി കഴുകുന്ന പൂർണ്ണമായി ഉളു ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉളു ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ആദ്യം തലയിലേക്ക് വെള്ളം ഒഴിക്കും 3 പ്രാവശ്യം. തലയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ മുടികൾക്കിടയിലേക്ക് വിരൽ എന്ത് ചെയ്യും, പരമാവധി ആക്കി കൊടുക്കും. അത് തലയോട്ടിയിലേക്ക് വെള്ളം എത്താൻ വേണ്ടിയിട്ടാണ്. തലയോട്ടിയിലേക്ക് വെള്ളം എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, പരമാവധി ഉള്ളിലേക്കൊക്കെ മുടിയുടെ ഇടയിലേക്ക് വിരൽ നമ്മൾ എന്ത് ചെയ്യണം, ആക്കി വെള്ളം ഉള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. പിന്നെ അതിന് ശേഷം ശരീരത്തിൻ്റെ ബാക്കിയുള്ള അവയവങ്ങൾ, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ആദ്യം വലതുഭാഗത്താണ് ആദ്യം വെള്ളം ഒഴിച്ചിരുന്നത്, അതിനുശേഷം ഇടതുഭാഗത്ത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്ന രൂപം. അതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. അതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലും എന്ത് ചെയ്യാം, അങ്ങനെ കുളിച്ചാലും അത് മതിയാകുന്നതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വുളുവും കുളിയും കഴിഞ്ഞു അല്ല, ഇനി നിസ്കരിക്കണ്ടേ, സമയമുണ്ടോ നിസ്കരിക്കാൻ? പെട്ടെന്ന് നിസ്കരിക്കാം അല്ലേ, വേഗം പറയാം. നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വുളുവിൽ നമ്മൾ ഷുറൂത്തുകൾ പറഞ്ഞതുപോലെ നിസ്കാരത്തിനും ഷുറൂത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇതിലും സെയിമാണ്. ഒന്നാമത്തത് ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക. രണ്ടാമത്തത് അഖൽ, സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ തമീസ്, 7 വയസ്സ് പ്രായമായിരിക്കുക. നാലാമത്തെ നീയത്ത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിമാണ്. വുളുവിലും ഇതേപോലെ തന്നെ പറഞ്ഞു. അഞ്ചാമത്തത്, ഈ 4 കാര്യങ്ങൾ മിക്ക ഇബാദത്തുകളും വരും. അത് പഠിച്ചു വെച്ചാൽ മതി. ഈ 4 കാര്യങ്ങൾ മിക്ക ഇബാദത്തുകളും വരും. അഞ്ചാമത്തത് ശുദ്ധി വരുത്തുക, അശുദ്ധി വരുത്തുക എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വുളു, കുളി. ആറാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജിസ് ഉണ്ടാകാൻ പാടില്ല. നജിസ് നീക്കം ചെയ്യുക എന്നുള്ളത് ആറാമത്തെ കാര്യം. 3 സ്ഥലങ്ങളിൽ, ഒന്ന് ശരീരം, ഒന്ന് വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം. ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് നജിസിനെ നീക്കം ചെയ്യണം. എന്തൊക്കെയാണ് നജിസുകൾ? നജിസുകൾ എന്ന് പറയുമ്പോൾ സാധാരണ മലമൂത്രം, അതല്ലാതെ എന്താ പറയുക, നമ്മളേറ്റവും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ബാധിക്കുന്ന കാര്യമാണ് മതിയും വതിയും. മനി പിന്നെന്തല്ല, മനി പുറത്തേക്ക് പോയാൽ കുളി നിർബന്ധമാകുമെങ്കിലും മനി എന്തല്ല, നജിസല്ല. പക്ഷെ ബാക്കി 2 ദ്രാവകങ്ങൾ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് നജിസാണ്. അതിനെ മതി എന്നും വതി എന്നാണ് പറയുക. മതി എന്ന് പറഞ്ഞാൽ ഈ ലൈംഗികമായ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, നോട്ടങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എന്ത്, മതി. അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. എന്നാൽ വതി എന്ന് വെച്ചാൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചാരക്കളറിൽ വരുന്ന പുറത്തേക്ക് വരുന്നതാണ് എന്ത്, വതി എന്ന് പറയുന്നത്. ഇത് രണ്ടും നജിസാണ്. അപ്പോൾ വതി പിന്നെ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പുറത്തേക്ക് വരുമ്പോൾ മൂത്രം കഴുകുന്നതിനൊപ്പം വൃത്തിയാക്കി കഴുകിയാൽ മതി. മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകേണ്ടത് ശരീരത്തിലായത് എന്ത് ചെയ്യണം, കഴുകി തന്നെ കളയണം. വസ്ത്രത്തിലായത് എന്ത് ചെയ്താൽ മതി, വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, കുടഞ്ഞാൽ മതി. വസ്ത്രത്തിലായത് വെള്ളമെടുത്ത് കുടയുകയും ശരീരത്തിലായത് കഴുകുകയുമാണ് വേണ്ടത്. അപ്പോൾ നജസ്സുകൾ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. 7ാമത്തെ നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നുള്ളത് ഔറത്ത് മറയ്ക്കുക എന്നുള്ളത്. ഔറത്ത് മറയ്ക്കുക എന്ന് പറയുമ്പോൾ പുരുഷൻ്റെ ഔറത്ത് എന്താ, മുട്ട് പൊക്കിളിനിടയിലുള്ളതാണ് പുരുഷൻ്റെ ഔറത്ത്. ഭൂരിഭാഗം ഉലമാക്കളുടെ ഇടയിൽ മുട്ട് പൊക്കിളിനിടയിലുള്ളതാണ് പുരുഷൻ്റെ ഔറത്ത്. ഇത്രയും ഭാഗം മറന്നു കഴിഞ്ഞാൽ എന്തായി, അവന് നിസ്കരിക്കാം. അപ്പോൾ പള്ളിക്ക് പോകുമ്പോൾ ബർമൂഡ ഇട്ടിട്ട് പോയാൽ മതിയോ? അവൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ മുറിയിലൊക്കെ മറ്റൊക്കെ ആണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും നമ്മുടെ രണ്ട് തോളെല്ലുകൾ മറയുന്ന എന്തെങ്കിലും ഒരു വസ്ത്രം കൂടി ധരിക്കുക എന്നുള്ളത് അത് ചില പണ്ഡിതന്മാർ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് തോളെല്ലുകളും മറയൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ട് തോളെല്ലുകളും മറയുന്ന എന്തെങ്കിലും ഒരു വസ്ത്രം ഉണ്ടാവണം. അതിനോടൊപ്പം മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം മറയുകയും വേണം. ഇത്രയും ആയാൽ പുരുഷന് ഔറത്ത് എന്തായി, മറഞ്ഞു. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ ബർമൂടിട്ട് പോകാൻ പാടില്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്, യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ഓരോ മസ്ജിദിലേക്ക് നിങ്ങൾ പോകുമ്പോഴും എന്ത് ചെയ്യണം, നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. പരമാവധി നല്ല വേഷത്തിൽ ഏറ്റവും നല്ല വസ്ത്രധാരണ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പള്ളിയിലേക്ക് പോകേണ്ടത്. അത് ഔറത്ത് മറഞ്ഞാൽ പോലും നമ്മൾ അതിന് ഏറ്റവും നല്ല വസ്ത്രധാരണ രീതിയാണ് നമ്മൾ, അലങ്കാരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഔറത്ത് മറയാൻ പുരുഷൻ്റെ എന്ത് മതി, രണ്ട് തോളെല്ലുകൾ മറയുക, അതിനോടൊപ്പം മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗം മറയുക. സ്ത്രീക്കാണെങ്കിൽ സ്ത്രീയുടെ നിസ്കാരത്തിൽ ഔറത്ത് എന്താ, മുഖവും മുൻകൈയും അല്ലാത്ത ബാക്കിയെല്ലാം മറഞ്ഞിരിക്കാനുള്ളത്. മുഖവും മുൻകൈയും അല്ലാത്ത ബാക്കിയെല്ലാം മറഞ്ഞിരിക്കാനുള്ളത് ഒരു സ്ത്രീക്ക് നിസ്കാരത്തിൽ ഔറത്ത്. കാലും കാണാൻ പാടില്ല, കാണാൻ പാടില്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, വളരെ നീളമുള്ള വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ കാലിൽ സോക്സ് ധരിക്കണം. കാലും കാണാൻ പാടില്ല. ഈ പുറത്തേക്കെല്ലാം പോകുമ്പോൾ മുഖവും മുൻകൈയും മറച്ച് തന്നെ നിസ്കരിക്കണം. മറ്റൊരാൾ കാണുന്നുണ്ടെങ്കിൽ മുഖവും മുൻകൈയും ഒന്നും ഒളിവാക്കാൻ പാടില്ല. ഇത് വീട്ടിലോ അല്ലെങ്കിൽ ആളുകൾ കാണാത്തപ്പോഴോ ഉള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മുഖവും മുൻകൈയും മാത്രം ഒളിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, അവർ നിസ്കരിക്കാം. പിന്നെ 8ാമത്തെ ഷർത്ത് എന്നുള്ളത് സമയം ആവുക എന്നുള്ളതാണ്. ഒരു ദിവസം 17 റക്അത്താണ് നിസ്കാരം. ഇപ്പം നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ട്, പിന്നെ കുറച്ച് തിരക്കായി. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, 17 റക്അത്ത് നിസ്കരിച്ചാൽ ഇന്നത്തെ കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ സമയമായി ളുഹറിൻ്റെ സമയമാകാതെ ളുഹർ നിസ്കരിച്ചാൽ അത് ളുഹറായി പരിഗണിക്കപ്പെടില്ല. അസറിൻ്റെ സമയമാകാതെ അസർ നിസ്കരിച്ചാൽ അത് അസറായി പരിഗണിക്കപ്പെടില്ല. പക്ഷെ യാത്രക്കാരനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആളുകൾക്കോ ഇളവുണ്ട്. യാത്രക്കാരനോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആളുകൾക്കോ എന്തുണ്ട്, ഇളവുണ്ട്. ഇപ്പോൾ മഴ കാരണത്താൽ, ശക്തമായ മഴ കാരണത്താൽ പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹാബികൾ പലരും ഒരു വക്തിന് വന്നു കഴിഞ്ഞാൽ അടുത്ത വക്ത് കൂടെ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. പക്ഷെ അങ്ങനെ കൂട്ടി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ളുഹറും അസറും തമ്മിൽ കൂട്ടാൻ പാടുള്ളൂ, മഗ്‌രിബും ഇശാവും തമ്മിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൂട്ടാൻ പാടുള്ളൂ. ഇത് രണ്ടിനും ഇപ്പോൾ ളുഹർ അസറിൻ്റെ സമയത്താക്കാം, അസർ ളുഹറിൻ്റെ സമയത്താക്കാം, മഗ്‌രിബ് ഇശാൻ്റെ സമയത്താക്കാം, ഇശാ മഗ്‌രിബിൻ്റെ സമയത്താക്കാം. അങ്ങനെയുള്ള ഇളവുകൾ ഉണ്ട്. 9ാമത്തെ ഷർത്ത് എന്നുള്ളത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. ഖിബലയ്ക്ക് നേരെ തിരിയണം. ഇവിടെ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ മുഖം ഖിബലയെ, കാബയെ ലക്ഷ്യമാക്കി തിരിച്ചു വെക്കണം. ഇശാൻ്റെ സമയം എന്നുള്ളത് രാത്രിയുടെ പകുതി വരെയാണ്. രാത്രിയുടെ പകുതി വരെ നമ്മൾ ചിന്തിക്കേണ്ട 12 മണിയാണെന്ന് ചിന്തിക്കേണ്ട, അത് പലപ്പോഴും മാറും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെന്തെങ്കിലും ഉറങ്ങിപ്പോവുകയോ മറ്റെന്തെങ്കിലും ഉദറുകളുണ്ട്, നമ്മൾ വല്ലാത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയി, അത്യാവശ്യത്തിൽ കുടുങ്ങിപ്പോയി, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സുബഹി വരെയും സമയമുണ്ട് ഖളാ ആവാതിരിക്കാൻ. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ നീട്ടിവെക്കാൻ ഏതുവരെ പാടുള്ളൂ, രാത്രിയുടെ പകുതി വരെ പാടുള്ളൂ. ചെറിയ വ്യത്യാസം കുഴപ്പമില്ല. ചെറിയൊരു വ്യത്യാസം ഖിബലയിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല.
നമുക്ക് ഇപ്പൊ മനസ്സിലായി ഈ ഒരു ഭാഗത്താണ്, പിന്നെ ആ ഭാഗം നോക്കി നിസ്കരിച്ചാൽ മതി മതി. ചെറിയൊരു വ്യത്യാസം ഖിബില നമ്മൾ നിർണ്ണയിക്കുന്നതിൽ അതെന്തെങ്കിലും നിസ്കാരത്തെ ബാധിക്കൂല. അതിപ്പോൾ നമ്മൾ എങ്ങനെ എത്ര കറക്റ്റ് പ്രസിഷൻ വെച്ച് നോക്കിയാലും നമ്മൾ നിസ്കരിക്കുന്ന ആ ഡയറക്ഷനിൽ ഒരു നൂല് കെട്ടി നോക്കി നോക്ക്, കാഴ്വയിലേക്ക് ഒരു കയറ് വെച്ച് നമ്മൾ കെട്ടി നോക്കുക അതേ ഡയറക്ഷനിൽ, അതൊരിക്കലും കാവ്യയെ തട്ടൂല. മനസ്സിലായോ? അങ്ങനെ അത്രയും കടുംപിടുത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ആപ്പുകളും സോഫ്റ്റ്വെയറുകളും നമ്മൾ എന്ത് ചെയ്യുക, വയ്ക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുക, പരിശോധിക്കുക, എന്നിട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. പിന്നെ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ മറ്റു പല സന്ദർഭങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, കിബില ശ്രദ്ധിക്കാതെ വെച്ചാൽ തുടങ്ങുമ്പോൾ കിബിലയ്ക്ക് നേരെയായിരിക്കും, പിന്നെ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനം എന്ത് ചെയ്യും, ഡയറക്ഷൻ മാറുന്നതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമാക്കിയിരുന്നില്ല എന്നുള്ളത് സുന്നത്ത് നിസ്കാരങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, കിബില നോക്കി തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ. പിന്നെ മാറിപ്പോയാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് സമയം നഷ്ടപ്പെട്ടു നമ്മളവിടെ എത്തുമ്പോഴേക്കും അത് ഖളാ ആയി പോകുന്നെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് തുടങ്ങുക, ആ ഡയറക്ഷൻ നിസ്കരിക്കുക. നമുക്ക് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ മാത്രം, പ്ലെയിനിലൊക്കെ നമ്മളൊരു സീറ്റിലാണ്, നമുക്ക് അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ തിരിഞ്ഞിരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് നിസ്കരിക്കുന്ന സമയമാണെങ്കിൽ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണോ ഏത് ഡയറക്ഷനുള്ളത് ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. അത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്നിട്ട് തന്നെ നിസ്കരിക്കുക. അല്ല, നോക്കണം, കിബില നോക്കണം, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് തിരിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതിന് പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, അതിന് ഉതിരുള്ളൂ, ഇളവുള്ളൂ. നിസ്കരിക്കേണ്ടി വരും. പിന്നുള്ളത് നിസ്കാരത്തിൻ്റെ അർക്കാനുകളാണ്. അർക്കാനുകൾ 14 റുക്കനുണ്ട് നിസ്കാരത്തിൽ. റുക്കനിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഷുറൂത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റുക്കൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ഉള്ളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ. ഇതേപോലെ തന്നെ ഇനിയൊരു കാര്യം കൊണ്ടുണ്ട്, വാജിബാത്ത്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്: ഷുറൂത്ത്, അർക്കാൻ, വാജിബാത്ത്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല. എന്തത് 3 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഷുറൂത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ. അർക്കാൻ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തതിൽ പിന്നുള്ള കാര്യങ്ങൾ. വാജിബാത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം, മറന്നിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, മറവിയുടെ സുജൂദ് ചെയ്താൽ മതി. മറവിയുടെ സുജൂദ് ചെയ്താൽ അതെന്തായി, ഓക്കെ. പക്ഷേ റുക്കിന് മറവിയുടെ സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല. റുക്കിന് പോയാൽ നിസ്കാരം എന്താവും, ബാത്തിലാവും. അതേപോലെ തന്നെ ഷർത്തും. റുക്കിനുകൾ 14 എണ്ണമാണ്. ഒന്നാമത്തത് സാധിക്കുമെങ്കിൽ നിൽക്കുക എന്നുള്ളതാണ്. സാധിക്കുമെങ്കിൽ നിൽക്കുക. നിൽക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിൽക്കണം, അല്ലേ? എത്രയോ ആളുകൾ, നിങ്ങൾ അത്ഭുതപ്പെട്ടു, പല ആളുകളും പള്ളിയിലേക്ക് വരുന്നത് നടന്നിട്ടായിരിക്കും. എന്നിട്ട് അയാൾ എന്താ ചെയ്യുക, ഒരു കസേര എടുത്തിട്ട് സോഫയിൽ വെച്ചിട്ട് നേരെ കസേര ഇരുന്നിട്ട് നിസ്കരിക്കും, കൈ കെട്ടും. അയാളുടെ നിസ്കാരം ബാത്തിലാണ്. അയാളുടെ നിസ്കാരം, സുന്നത്ത് നിസ്കാരത്തിന് നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് നിൽക്കാൻ കഴിയുമെങ്കിലും ഇരുന്ന് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവും, പകുതി പ്രതിഫലം ഉണ്ടാവുള്ളൂ. സുന്നത്ത് നിസ്കാരത്തിൽ ഇളവുണ്ട്. ഫറളിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കുക എന്നുള്ള അതിൻ്റെ റുക്കനാണ്. പല ആളുകളും മുട്ടിനൊക്കെ പ്രയാസമുള്ളതുകൊണ്ട്, സുജൂദിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കസേര ഉപയോഗിക്കുക. കുഴപ്പമില്ല, കസേര ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ അവർക്ക് നിൽക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഇമാമ ഖുർആൻ ഓതുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത് നിൽക്കുക തന്നെ വേണം.
ഖുർആൻ ഓതുകയും റുക്കുവിൽ പോവുകയും എഴുത്തുദാലിലേക്ക് വരികയും അത്രയും സമയം അവർക്ക് നിൽക്കുക എന്നുള്ള നിർബന്ധം നിസ്കാരത്തിൻ്റെ റുക്കനാണ്. ആ സമയത്ത് അവർ ഇരുന്ന് കഴിഞ്ഞാൽ ആ നിസ്കാരം എന്താവില്ല, ശരിയാവുകയില്ല. മുട്ടിന് പ്രയാസം ഉണ്ടെങ്കിൽ റുക്കുവിൽ പോകുമ്പോൾ ഇരിക്കാം, പ്രശ്നമില്ല. പക്ഷെ നിൽക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? നിൽക്കണം. നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. ഇവിടെയും ചില ആളുകൾക്ക് പല അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും നിസ്കാരത്തിന് വൈകി വരുന്ന ആളുകൾ. ഇമാം റുക്കുവിലായിരിക്കും. ഇവൻ ഓടി വന്നിട്ട് ഈ ഓടുന്ന ഓട്ടത്തിൽ തന്നെ അല്ലാഹു അക്ബറോട്ട് നേരെ റുക്കുവിലേക്ക് പോവാം. അവിടെ എന്താ സംഭവിക്കുക? ഇവൻ റുക്കുവിൻ്റെ തക്ബീറ ചൊല്ലുന്നത്. ഇവൻ മനസ്സിൽ കരുതുന്ന പോലുമില്ല ഞാൻ തക്ബീറത്തിൽ ഇഹ്റാം ചൊല്ലുന്നതായിട്ട് അവൻ കണക്കാക്കുന്ന പോലുമില്ല. അവൻ നേരെ വന്ന് റുക്കുവിൻ്റെ തക്ബീർ ചൊല്ലി നേരെ റുക്കുവിലേക്ക് പ്രവേശിക്കുക. നമ്മൾ തക്ബീറത്തിൽ ഇഹ്റാം എന്ത് ചെയ്യണം? നേരെ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടണമെങ്കിൽ കൈ കെട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക? പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? റുക്കുവിലേക്ക് പോകേണ്ടത്. അടുത്ത അല്ലാഹു അക്ബർ. ഇനിയിപ്പോൾ വൈകിട്ടുള്ള ആളാണെങ്കിൽ റുക്കുവിൻ്റെ അല്ലാഹു അക്ബർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വൈകി എത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ റുക്കുവിൻ്റെ അല്ലാഹു അക്ബർ, ഇമാം റുക്കുവിലാണ്, അയാൾ റുക്കുവിൻ്റെ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് നിസ്കാരത്തെ ബാധിക്കും. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, റുക്കൻ എന്നുള്ളത് ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. അതിനർത്ഥം എന്താ? സൂറത്തുൽ ഫാത്തിഹ പഠിക്കൽ നിർബന്ധമാണ്. എല്ലാവരും പഠിക്കണം. അത് തെറ്റാതെ ഓതാനും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. തെറ്റാതെ ഓതുക എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടായ മിസ്റ്റേക്ക്, ഇപ്പോൾ വാദ് കുറച്ച് പ്രയാസമാണ് അത് കറക്റ്റായി പ്രൊണൗൺസ് ചെയ്യാൻ. ആ വാദ് ആയി മിക്ക ആളുകളും ആയിട്ടാണ് ഉച്ചരിക്കുക. അങ്ങനെ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടായ മിസ്റ്റേക്ക് വന്നാലൊന്നും പ്രശ്നമില്ല. പക്ഷെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? അത് കൃത്യമായ രൂപത്തിൽ. ഇപ്പോൾ സിറാത്ത് അല്ലദീന അൻഅംതു അലൈഹിം എന്നൊക്കെ ഓതിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. സിറാത്ത് അല്ലദീന അൻഅംത എന്നുള്ളത് അൻഅംതു എന്ന് ഓതിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അപ്പം കൃത്യമായി തന്നെ പഠിക്കണം. ശരിയായ രൂപത്തിൽ തന്നെ ഓതാൻ പരിശീലിക്കണം. നാലാമത്തെ റുക്കൻ എന്നുള്ളത് റുക്കുവാണ്. റുക്കു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രണ്ട് കൈപ്പത്തികൾ അത് മുട്ടിൽ വെച്ച് കുനിഞ്ഞ് നിൽക്കുന്ന, സുജൂദിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ രൂപം, അതാണ് റുക്കു. നാലാമത്തെ റുക്കൻ. ഇമാമിൻ്റെ പുറകിൽ ഫാത്തിഹ ഓതേണ്ടതില്ല എന്നതാണ് വലിയ 8ഓളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. അത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയും അഭിപ്രായം ഇമാമിൻ്റെ പുറകിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല. ഇമാം ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ നമ്മൾ മഅ്മൂമാണെങ്കിൽ ഓതേണ്ട ആവശ്യമില്ല. എന്നാൽ ഇമാം പതുക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ നമ്മൾ ഓതാം. ഇമാം പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളോ റക്അത്തുകളോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതേണ്ടതുണ്ട്. നാലാമത്തെ നമ്മൾ പറഞ്ഞ റുക്കൂ. അഞ്ചാമത്തേത് റുക്കൂവിന് ശേഷമുള്ള എഴുത്തിദാൽ. റുക്കൂവിന് ശേഷമുള്ള എഴുത്ത് വെച്ചാൽ നമ്മൾ നേരെ നിവർന്ന് നിൽക്കുക. ആദ്യം എങ്ങനെയാണ് നിന്നിരുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക? വീണ്ടും മടങ്ങി വരിക എന്നുള്ളത്. അങ്ങനെ നേരെ നിവർന്ന് നിൽക്കുക എന്നുള്ളത് ആണ് എഴുത്തിദാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ കാര്യം 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യുക. അത് വരുന്നുണ്ട്, പറയാം. ആറാമത്തെ കാര്യം 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യുക. ഏതൊക്കെ 7 അവയവങ്ങൾ? നെറ്റിയും മൂക്കിനെയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വജ്ഹ് എന്ന മുഖം. അതൊരു അവയവമാണ്. അവിടെ നെറ്റിയും തട്ടണം, മൂക്കും തട്ടണം. ഇത് രണ്ടിനെയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ഹ് എന്നാണ് പഠിക്കുന്നത്, മുഖം. അപ്പോൾ അതൊന്നായി.
പിന്നെ 2 കൈപ്പത്തികൾ, പിന്നെ 2 കാൽമുട്ടുകൾ, പിന്നെ 2 കാലിലെ പാദങ്ങൾ. ഇത് ഈ 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് 6ാമത്തെ റുക്കന്. 7ാമത്തെ റുക്കന് സുജൂദിൽ നിന്ന് ഉയരുക. സുജൂദിൽ നിന്ന് ഉയരുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിനിടയിലുള്ള ഇരുത്തത്തിന് ഇരിക്കാൻ വേണ്ടി സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. 8ാമത്തേതാണ് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. ചിലർ ഉയരും, പക്ഷെ എന്ത് ചെയ്യില്ല, ഇരിക്കൂല. കണ്ടിട്ടുണ്ടോ? ചിലർ സുജൂദിൽ നിന്ന് എന്ത് ചെയ്യും, ഉയരും, പക്ഷെ ഇരിക്കുന്നുണ്ടാവില്ല. ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ. 8ാമത്തെ റുക്കൻ എന്നുള്ളത് ഈ 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്നുള്ളതാണ്. 9ാമത്തെ റുക്കന് വളരെ ശ്രദ്ധിക്കണം. ഈ ഓരോ റുക്കനുകളിലും തുമഅനീനത്തുണ്ടായിരിക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് വലിയ പിഴവ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തുമഅനീനത്തിൻ്റെ വിഷയം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൻ്റെ കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു വ്യക്തി, ഒരു സഹാബി വന്നിട്ട് പുതിയതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അയാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പള്ളിയിൽ പോയി വേഗം 2 റക്അത്ത് പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കണമല്ലോ. ആ 2 റക്അത്ത് നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിൻ്റെ നിസ്കാരം കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ വീണ്ടും മടങ്ങിപ്പോയി വീണ്ടും നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നീ മടങ്ങിപ്പോയി വീണ്ടും നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാളെല്ലാം ചെയ്തിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടുണ്ട്, ഫാത്തിഹ ഓതിയിട്ടുണ്ട്, റുക്കൂയിലേക്ക് പോയി, എഴുത്തിദാലിലേക്ക് പോയി, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയണം, നീ മടങ്ങിപ്പോയി വീണ്ടും നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോവും, വീണ്ടും നിസ്കരിക്കും. എന്നിട്ട് വീണ്ടും വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാം, എന്താ, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ ഇനി വീണ്ടും മടങ്ങിപ്പോ, വീണ്ടും നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല. വീണ്ടും പോയി നിസ്കരിക്കും. 3ാമത്തെ അയാൾ പറയും, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ഇങ്ങനെയല്ല നിസ്കരിക്കാൻ അറിയില്ല, എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് തുമഅനീനത്ത് എന്നുള്ളത്. റുക്കൂയിലേക്ക് പോയാൽ റുക്കൂയിലെത്തി അവിടെ നിൻ്റെ ശരീരം അവിടെ എത്തണം. എത്തുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കോഴി കൊത്തുന്നത് പോലെ എന്ത് ചെയ്യരുത്, എഴുത്തുദാലിലേക്ക് വരരുത്. അവിടെ നിൻ്റെ ശരീരം അടങ്ങണം. റുക്കൂയിലെത്തി നീ അവിടെ നിന്ന് ഒതുങ്ങണം. അതേപോലെ തന്നെ എഴുത്തുദാലിലേക്ക് എത്തിയതും നേരെ സുജൂദിലേക്ക് പോരില്ലേ. ചിലരുടെ മുതുക് നിവരുക പോലുമില്ല എഴുത്തുദാലിലേക്ക് പോകുമ്പോൾ. റുക്കൂവിൽ നിന്ന് ഇങ്ങനെ പകുതി ആകുമ്പോഴേക്കല്ലേ, എളുപ്പമാണല്ലോ അവിടെ നിന്ന്, എന്തായാലും കുനിഞ്ഞിട്ടാണ് ഉള്ളത്, പെട്ടെന്ന് തന്നെ സുജൂദ് ഇപ്പോൾ എളുപ്പമാണ്. അത് വലിയ പ്രശ്നമാണ്. നേരെ നിവർന്ന് നിൽക്കണം, നമ്മുടെ എല്ലുകൾ നേരെ ആകണം, അതതിൻ്റെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തണം എന്ന് വിശ്വാസം പഠിപ്പിച്ചു തരാം. അതേപോലെ ഓരോന്നിലും സുജൂദിലെത്തിയാൽ ഇടയിലിരുത്തം, 2 സുജൂദിൽക്കിടയിലിരുത്തം, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതിലൊക്കെ തുമഅനീനത്ത് വേണം. ഇതിലെല്ലാം തുമഅനീനത്ത് വേണം. അതല്ലെങ്കിൽ നിസ്കാരം എന്താവും, ബാത്തിലാവും. അതൊരു റുക്കനാണ്. 10ാമത്തെ കാര്യം തർത്തീബ്, ഈ ക്രമം വേണം. ഈ ഒരു ക്രമം വേണം. ആദ്യം നൃത്തം, പിന്നെ റുക്കൂഴ്, പിന്നെ എഅ്തിദാല്, പിന്നെ സുജൂദ്, പിന്നെ ഇരുത്തം, വീണ്ടും സുജൂദ്. ആ ഒരു ക്രമം വേണം. 11ാമത്തെ റുക്കൻ എന്നുള്ളത് അവസാനത്തെ തശഹുദ്. അവസാനത്തെ തശഹുദ് പറഞ്ഞാൽ സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള തശഹുദാണ് ഉദ്ദേശിക്കുന്നത്. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള തശഹുദ്. അപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരത്തിലെ ആദ്യത്തെ തശഹുദോ അത് റുക്കനല്ല. ളുഹർ നിസ്കരിക്കാൻ വിചാരിക്കും, 2ാമത്തെ റക്അത്തിൽ ഇരിക്കാൻ മറന്നു പോയാലും ആ നിസ്കാരം ബാത്തിലാവില്ല. എന്ത് ചെയ്താൽ മതി, സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. പക്ഷെ അവസാനത്തെ തശഹുദ് ഇരിക്കാൻ മറന്നാലോ, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നേരെ സലാം വീട്ടി, അത് റുക്കനാണ്, നിസ്കാരത്തെ ബാത്തിലാക്കും. 12ാമത്തെ കാര്യം, ഈ തശഹുദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഷഹാദത്ത് ചൊല്ല, അത്തഹിയാത്തുലില്ലാഹി, ആ ഒരു പ്രാർത്ഥന ചൊല്ലലാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 12ാമത്തേത് ആ ഒരു പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്, അതിനു വേണ്ടിയുള്ള ഇരുത്തം.
13ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അത്തഹിയാത്തു ലില്ലാഹി എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലുക. 14ാമത്തത് 2 സലാം വിട്ടുക. ഇത്രയും ഈ 14 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ റുക്നുകൾ. നമുക്ക് ഈ വാജിബാത്തും കൂടി പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കാം. സുന്നത്തുകൾ പിന്നെ നിങ്ങൾ എത്രത്തോളം അധികരിപ്പിക്കുന്നു അത്രത്തോളം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അത് ഒഴിവായാലും എന്തെങ്കിലും നിസ്കാരം അത് ബാത്തിലാക്കൂല. വാജിബാത്തും കൂടി പറഞ്ഞിട്ട് വേഗം നമുക്ക് അവസാനിപ്പിക്കാം. വാജിബാത്തുകൾ 8 കാര്യങ്ങളാണ്. വാജിബാത്തുകൾ 8 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ബാക്കിയുള്ള എല്ലാ തക്ബീറുകളും. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ബാക്കിയുള്ള എല്ലാ തക്ബീറുകളും. റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ തക്ബീറുകളുമാണ് ഒന്നാമത്തെ വാജിബ്. രണ്ടാമത്തെ വാജിബ് റുക്കൂയിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. അത് നമ്മൾ സുബ്ഹാന റബ്ബിൽ അദീം എന്നാണ് സാധാരണഗതിയിൽ പറയാറ്. അതല്ലാതെ മറ്റ് പല തസ്ബീഹുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗഫിർലി, അല്ലെങ്കിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മല, അങ്ങനെ പല തസ്ബീഹുകളും സ്ഥിരപ്പെട്ട് ഏതും ചൊല്ലാം. റുക്കൂയിൽ തസ്ബീഹ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ. അത് ആർക്കാണ് നിർബന്ധം? ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇമാമിന്. ഒരു ഇമാമിൻ്റെ പുറകിൽ മഅ്മൂമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയൽ എന്തല്ല? വാജിബല്ല. നാലാമത്തെ വാജിബ് എന്നുള്ളത് റബ്ബന വലക്കൽ ഹംദ്. അത് റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, ഇങ്ങനെ 2-3 തരത്തിൽ ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ട് ഏത് രൂപത്തിലും പറയാം. അത് എല്ലാവർക്കും നിർബന്ധമാണ്. ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും എല്ലാവർക്കും നിർബന്ധമാണ്. അഞ്ചാമത്തെ കാര്യം സുജൂദിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ സുബ്ഹാന റബ്ബിൽ അഅല എന്നുള്ളതാണ് ഉപയോഗിക്കാറ്. റുക്കൂയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലും സുജൂദിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റു പല തസ്ബീഹുകളും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ആറാമത്തത് 2 സുജൂദുകൾക്കിടയിൽ ഏറ്റവും മിനിമം റബ്ബി ഗഫിർലി എന്ന് പറയും. അത് റബ്ബി ഗഫിർലി എന്ന് മാത്രം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വാഫിനി വർസുഖ്നി തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന ചില പണ്ഡിതന്മാർ സ്വഹിയാക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം. നല്ലൊരു പ്രാർത്ഥനയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥന ഏറ്റവും മിനിമം റബ്ബി ഗഫിർലി എന്ന് ചൊല്ലൽ എന്താണ്? നിർബന്ധമാണ്. ഏഴാമത്തത് ആദ്യത്തെ തശഹുദ്. ആദ്യത്തെ തശഹുദ് പറഞ്ഞാൽ 2 തശഹുദുള്ള നിസ്കാരങ്ങളിലെ ഒന്നാമത്തെ തശഹുദ്. അവിടെ ഉദ്ദേശിക്കുന്ന എന്താ? ഈ പ്രാർത്ഥന മാത്രം ചൊല്ലല. തഹിയാത്തു ലില്ലാഹി എന്നുവെച്ചാൽ ആ തശഹുദിൽ എന്ത് ചൊല്ലിയാൽ മതി? ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ മതി. സ്വലാത്ത് പോലും ചൊല്ലേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2ാമത്തെ റക്അത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സ്വലാത്ത് എത്തുന്നവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അത്ര വരെ ചൊല്ലിയാൽ മതി. അത്ര വരെ ചൊല്ലിയാൽ മതിയാകുന്നു. വാജിബ് പൂർത്തിയാവും. 8ാമത്തത് ഈ ഒരു തശഹുദിന് വേണ്ടി ഇരിക്കുക എന്നുള്ളത്. ഈ തശഹുദിന് വേണ്ടി ഇരിക്കുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ വാജിബുകൾ. പിന്നെ അതിന് ശേഷമുള്ളത് സുന്നത്തുകളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ സാഹചര്യം കിട്ടുകയാണെങ്കിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ സംസാരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഷുറൂത്തുകൾ, അർക്കാനുകൾ, വാജിബാത്തുകൾ. ഇതിലേതെങ്കിലും ഒന്നുപോലും നഷ്ടപ്പെടാതെ നിസ്കരിക്കുന്ന ഒരാളാണ് അവൻ്റെ നിസ്കാരമാണ് സ്വീകരിക്കപ്പെടുക. അതാണ് ശരിയായ നിസ്കാരമായി പരിഗണിക്കപ്പെടുക. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമ്മുടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ അതുകൂടി ഇതിൻ്റെ കൂടെ എന്തായാലും പറയേണ്ട വിഷയമാണ്. നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ അതിൽ കുറേ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 8 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 8 കാര്യങ്ങളാണ്. ഒന്നാമത്തത് മനഃപൂർവ്വം ഓർമ്മയോടുകൂടെ സംസാരിക്കാമെന്ന്. മനഃപൂർവ്വം ഓർമ്മയോടുകൂടെ സംസാരിക്കുക.
സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിസ്കാരത്തിൽ ഇമാം മറന്നുപോയി സുബ്ഹാനല്ലാഹ് പറയുന്നതൊന്നുമല്ല വിഷയം. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഒരു സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചാൽ അതാണ് ഒന്നാമത്തെ കാര്യം, നിസ്കാരം ബാത്തിലാവും. രണ്ടാമത്തെ ചിരിക്കുക എന്നുള്ളത്. നമ്മുടെ ചിരിയുടെ ശബ്ദം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ചിരിക്കുക. ശബ്ദം പുറത്തേക്ക് വരാതെ ഈ ഒരു പുഞ്ചിരി മാത്രമാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അങ്ങനെ പല ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തെ ബാത്തിലാക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചിരി ശബ്ദം പുറത്തേക്ക് വരുന്ന രൂപത്തിലുള്ള ചിരിയാണെങ്കിൽ ആ നിസ്കാരത്തെ എന്ത് ചെയ്യും, ബാത്തിലാക്കും. മൂന്നാമത്തെ കാര്യം എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാമോ, തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തത് മനഃപൂർവ്വം ഔറത്ത് ഒളിവാക്കുക എന്നുള്ളത്. മനഃപൂർവ്വം ഔറത്ത് വെളിവാക്കുക എന്നുള്ളതാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പ്രശ്നമല്ല, പക്ഷേ അത്രയും മോശപ്പെട്ട വസ്ത്രധാരണ രീതിയൊക്കെ ആണെങ്കിൽ അല്ലേ, ലോ വേസ്റ്റൊക്കെ ധരിച്ച് ചെറിയ നീളമില്ലാത്തൊരു ഷർട്ടും ധരിച്ചു കഴിഞ്ഞാൽ സുജൂദിൽ പോകുമ്പോൾ എന്തായാലും വെളിവാകും. അങ്ങനെ വെളിവാകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം വസ്ത്രധാരണ രീതികൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അഞ്ചാമത്തത് ഒരുപാട് വലിയ വ്യത്യാസം ഖിബിലയുമായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ചെറിയ വ്യത്യാസം നേരത്തെ പറഞ്ഞു, അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഖിബിലയിൽ നിന്ന് ഒരുപാട് തെറ്റുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞു, നിസ്കരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിസ്കാരം ബാത്തിലാവും. ആറാമത്തെ കാര്യം, ഒരുപാട് അനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, അവർക്ക് നിസ്കാരത്തിൽ ഒരു എന്താ പറയുക, ഒരു ഒതുക്കം കിട്ടൂല. കൈ കെട്ടിക്കുന്ന പിന്നെ മുടി ശരിയാക്കും, പാൻറ് ശരിയാക്കും, ഷർട്ട് ശരിയാക്കും, വാച്ച് ശരിയാക്കും. അവൻ നിസ്കാരം കഴിയുമ്പോഴേക്കും ഫുള്ള് റെഡി ആയിട്ടുണ്ടാവും. എല്ലാം റെഡിയാക്കി കുട്ടപ്പനായിട്ടുണ്ടാവും. എല്ലാം അവൻ മുടി ചെയ്യലും താടി ചെയ്യലും അതുപോലെ തന്നെ വാച്ച് ശരിയാക്കലും ഷർട്ട് ശരിയാക്കലും ഇൻസൈഡ് ആക്കലും എല്ലാം നിസ്കാരത്തിലാണ്. അതെന്ത് ചെയ്യും, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യമാണ്. അതൊക്കെ ചെയ്യാം. എന്തെങ്കിലും ചൊറിയാനൊക്കെ ഇടയിൽ ചൊറിച്ചിൽ വന്നു, നമുക്ക് അല്ലെങ്കിൽ കൊതുക് വന്ന് ചോര കുടിക്കുന്നുണ്ട്, അങ്ങനെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന അവസരങ്ങളിൽ ചെറിയൊരു അനക്കമൊക്കെ അനങ്ങാം. അതേപോലെ തന്നെ അപകടം പിടിച്ച വിഷയങ്ങൾ, പാമ്പ് വരികയാണ്, നമുക്ക് മാറാം, നിസ്കാരം തന്നെ മുറിച്ച് കളയാം. അല്ലെങ്കിൽ നിസ്കാരത്തിൽ തന്നെ പാമ്പിനെ തല്ലിക്കൊല്ലാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള പ്രയാസത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഇളവുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക, പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യം. തടയാം. ഇനി തടഞ്ഞിട്ടും അയാൾ നമ്മൾ കടന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ മുന്നിലേക്ക് കയറി നിൽക്കാം. നമ്മളിപ്പോൾ ഒരു മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടും അയാൾ കടന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ മറയിലേക്ക് ചേർന്ന് നിൽക്കുക, നടന്നിട്ട് മറയോട് ഒട്ടി നിൽക്കുക. അത് ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ തുള്ളി ചാടി ഇങ്ങനെ വരികയാണ്. അപ്പം നബി എന്ത് ചെയ്തു, മനുഷ്യനാണെങ്കിൽ കൈ വെച്ചാൽ തടഞ്ഞാൽ നിൽക്കും. നബി എന്ത് ചെയ്തു, ചുമരിലേക്ക് ചേർന്ന് നിന്നു, മറയിലേക്ക് ചേർന്നു. അപ്പോൾ എന്ത് ചെയ്തു, പുറകിലൂടെ പോയി. അത് ചാടി പുറകിലൂടെ എന്ത് ചെയ്തു, കടന്നുപോയി. അപ്പോൾ നമ്മൾ ഒരാൾ കൈ വെച്ചിട്ടും നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ മറയിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ നിസ്കരിക്ക് മുമ്പിൽ സൊഫിൽ ഒരാൾ എന്ത് ചെയ്തു, വുളു നഷ്ടപ്പെട്ടിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊണ്ട് അയാൾ എന്ത് ചെയ്തു, പുറകിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൊഫിൽ നിന്ന് അവിടേക്ക് കയറി നിൽക്കാം. നിസ്കാരത്തിൽ തന്നെ എന്ത് ചെയ്യാം, ആ സൊഫിലേക്ക് നടന്ന് കയറാം. അത് മുന്നിലൂടെ തന്നെ പോവാം. ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമിന് മറയുണ്ടെങ്കിൽ മഅ്മൂമിങ്ങൾക്ക് പ്രശ്നമില്ല, മുന്നിലൂടെ നടന്നു പോയാലും പ്രശ്നമില്ല. മറയുടെ പ്രശ്നം വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഇമാമായി നിൽക്കുമ്പോഴാണ്.
നമ്മൾ മഅ്മൂമാണെങ്കിൽ ഒരാൾ നടന്നു വരുമ്പോൾ തടയാൻ നിൽക്കണ്ട, അവിടെ തടയലില്ല. അവിടെ ഇമാമിൻ്റെയാണ് മറയാണ് നമ്മുടെ മറ, ഇമാമിൻ്റെ മറയാണ് നമ്മുടെ മറ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ വിധി ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് എന്ത് ഈ മറയുടെ കാര്യം, ഈ തടയുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പോഴാണ്. ഇപ്പോൾ ഇവന്റെ ബൈക്ക് നിസ്കരിക്കുന്നു, ഇവനിക്ക് മാറാനില്ല, ഇവൻ കുടിക്കാനാണ് മുന്നിലേക്ക് വരുന്നത്. അതെ, അങ്ങനെയാണ്. അതൊക്കെ ചെയ്യാം, അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് ഈ മൊബൈലെല്ലാം ചെയ്യാം. മൊബൈൽ മറയാവൂല. അല്ല മാറാനില്ല. നിലത്ത് നിന്നൊരു ചാണ് ഉയരത്തിലുള്ള എന്തും നമുക്ക് മറയാക്കാം. മുസാഫിൻ്റെ സ്റ്റാൻഡോ അല്ലെങ്കിൽ മതിലോ തൂണും. നിലത്ത് നിന്നൊരു ചാണ്, ആ ഒരു ചാണ് ഉയരം, നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ മൊബൈൽ മുമ്പിൽ വെക്കുന്നതിലേക്ക് വരണം. പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധ മാറ്റുന്ന രൂപത്തിലാകാതിരുന്നാൽ മതി. പിന്നെ ഏഴാമത്തെ കാര്യം വുളു നഷ്ടപ്പെടുക എന്നുള്ള നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യം. എട്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും റുക്കനോ ഷർത്തോ വാജിബോ നഷ്ടപ്പെടുക എന്നുള്ളത്. റുക്കനുകളിൽപ്പെട്ട ഏതെങ്കിലും റുക്കന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഷർത്ത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും വാജിബ് ഒഴിവാക്കി. വാജിബിൻ്റെ പ്രത്യേകത മനഃപൂർവ്വം ഒഴിവാക്കിയാലും നിസ്കാരം ബാത്തിലാവുള്ളൂ. അറിയാതെ മറന്നിട്ട് പോയാൽ എന്തല്ല, പ്രശ്നമല്ല, നമ്മൾ സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതിയാകുന്നത്. ഷർത്തും റുക്കനും അങ്ങനെയല്ല. സുജൂദ് ചെയ്താൽ മറന്നാൽ ഓർമ്മ വരും സുജൂദ് ചെയ്യണം. അതേപോലെ തന്നെ നിസ്കാരത്തിൽ പാടില്ല എന്ന് പഠിപ്പിച്ചുന്ന കാര്യങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് അവസരം. ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തത്, ഒരു വൃത്തികെട്ട സ്മെല്ലായിട്ട് എന്ത് ചെയ്യുക, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക. ശ്രദ്ധിക്കണം, സ്മെല്ലിൻ്റെ കാര്യമാണ്. ചില ആളുകൾ എന്തെങ്കിലും പൊടിയായി കഴിഞ്ഞാൽ, വസ്ത്രത്തിൽ ചെറിയൊരു കറയായി കഴിഞ്ഞാൽ, ഞാനങ്ങനെ ജമാഅത്തിന് പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്തി നിൽക്കുന്ന ആളുകളുണ്ട്. അതൊന്നുമല്ല പ്രശ്നം. നമ്മൾ വേർക്കുന്നതോ കുറച്ച് പൊടി പിടിക്കുന്നതോ അതൊന്നുമല്ല വിഷയം. വളരെ മോശപ്പെട്ട സ്മെല്ല്, നാം അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സ്മെല്ല് നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് വിഷയം. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്മെല്ല് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ പോവാണ് വേണ്ടത്. അത് എന്തെങ്കിലും അത്തറോ സുഗന്ധങ്ങളൊക്കെ പുരട്ടി നല്ലൊരു അവസ്ഥയിലേക്ക് ആക്കിയിട്ട് പോവുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത്, ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംഭവിക്കുക സുജൂദിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സുജൂദ്, ഇമാം അല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും നിലത്തെത്തിയിട്ടുണ്ടാവും, എല്ലാവരും എത്തിയിട്ടുണ്ടാവും. ഇമാമ് പിന്നെ പോയി പതുക്കെ എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പോയി, സുജൂദിലായി പൂർണ്ണമായും ആയതിൽ പിന്നെയാണ് ഇവർ സുജൂദിലേക്ക് പോകാൻ തുടങ്ങുക. ഇവർ സ്റ്റാർട്ട് ചെയ്യും, ഇവരുടെ തല കുനിക്കാൻ തുടങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എത്തിയതിൽ പിന്നെയാണ്. ഇമാമിനെ പിന്തുടരുക, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മുൻകടക്കാൻ പാടില്ല. ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. അതേപോലെ തന്നെ ഒരു വിഷയമാണ്, എന്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, നിസ്കാരത്തിൽ നമ്മുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത്. പലരും എന്തോ ഭക്തിയുടെ അടയാളമായിട്ടേക്കാണ് പലരും എന്ത് ചെയ്യുക, നിസ്കാരത്തിൽ സമീ അല്ലാഹു ഹമിദ പറഞ്ഞാൽ ചിലർ ഇങ്ങനെയൊക്കെ ആക്കും. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് എന്താണെന്നറിയോ, നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നിങ്ങളുടെ കാഴ്ചകളെ പിടിച്ചെടുത്ത് കളയും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ സാധിക്കില്ല. എന്ത് വിഷയത്തിലാണ് പറഞ്ഞതെന്നറിയോ, നിസ്കാരത്തിൽ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തുന്ന വിഷയത്തിൽ. അത്രയും ഗൗരവത്തിൽ താക്കീത് ചെയ്ത വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരെ ചുരുക്കി പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംസാരത്തിലൂടെ നമ്മുടെ നിസ്കാരം ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാനും, അങ്ങനെ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അത് പൂർത്തീകരിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടാനൊക്കെ ഇത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാട്ടെ. കാരണം നമ്മൾ നിസ്കാരം, ഹദീസുകൾ കാണാം, നമ്മളെ ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യുക നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിസ്കാരത്തെ പറ്റിയിട്ടാണ്. എത്രത്തോളം വിശ്വാസം പഠിപ്പിച്ചെന്ന്, ഒരാൾ നിസ്കാരം പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കി എല്ലാം പിന്നെ എളുപ്പമായിരിക്കും. ഒരാളെ നിസ്കാരം അത് കണക്ക് നോക്കി, ഹിസാബ് നോക്കി അയാൾ അതിൻ്റെ വിഷയത്തിൽ പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കി പിന്നെ എല്ലാം എളുപ്പമായിരിക്കും.
എല്ലാം ബാക്കി അവൻ്റെ എല്ലാ കാര്യങ്ങളും വാജിബുകളും എല്ലാം അവന് പിന്നെ എളുപ്പത്തിൽ വിചാരം ചെയ്യപ്പെടും. പക്ഷെ നിസ്കാരം പ്രശ്നമാണെങ്കിൽ ബാക്കിയെല്ലാം വലിയ അപകടത്തിലായിരിക്കും. നമ്മൾ നിസ്കാരം വളരെ പെർഫെക്റ്റ് ആക്കണം. ഈ ഷുറൂത്തുകളും വാജിബാത്തുകളും അർക്കാനുകളും പഠിച്ചു വയ്ക്കുക. കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അത് കൃത്യമായി പാലിക്കുന്നതിന് എപ്പോഴും പരിശോധിക്കുക. പിന്നെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കാം, മനുഷ്യന്മാരാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ വീഴ്ചകൾ പരിഹരിക്കാൻ എന്താ മാർഗം? സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി അധികരിപ്പിക്കാം. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. വുളു എടുത്താൽ സുന്നത്ത് നിസ്കാരമുണ്ട്, പള്ളിയിലേക്ക് കയറി സുന്നത്ത് നിസ്കാരമുണ്ട്, ദുഹാ സമയത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഓരോ നിസ്കാരത്തിന് മുമ്പും പിൻപോയിട്ട് റവാത്തിബ് നിസ്കാരങ്ങളുണ്ട്. എല്ലാ ബാങ്കിനും ഇക്കാമത്തിൻ്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. തെറ്റുപറ്റി കഴിഞ്ഞാൽ തൗബ ചെയ്യാനുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്. ഇങ്ങനെ കുറേ നിസ്കാരങ്ങളുണ്ട്. ഇസ്തിഹാറയുണ്ട്, പലതരത്തിലുള്ള നിസ്കാരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി അധികരിപ്പിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തെ 24 മണിക്കൂറിനിടയിൽ ഫറലല്ലാതെ 300 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഫറലല്ലാതെ 300 റക്അത്ത് നിസ്കരിച്ചു ഡെയിലി മുടങ്ങാതെ. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ചാട്ടവാർ കൊണ്ട് അടിയേൽക്കപ്പെടുകയും വലിയ പരീക്ഷണം നേരിടേണ്ടി വരുന്നുണ്ട്. വേറൊരു വിഷയം പിന്നീട് പറയാം. അങ്ങനെ അത്രയും അടിയേറ്റ് വളരെയധികം ശരീരം ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം അത് കുറച്ചു. എത്രയാണ് കുറച്ചെന്നറിയോ? 300 150 ആക്കി. 300 എന്നുള്ളത് 150 ആക്കി. നമ്മൾ എത്ര നിസ്കരിക്കുന്നുണ്ട്? നമ്മളൊന്നും പോകണ്ട. 150 ആയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും എന്ത് ചെയ്യാൻ വിശ്വാസം പഠിപ്പിച്ചെന്ന പോലെ ഒരു ദിവസം ഫറദിന് പുറമെ 12 റക്അത്ത് നിസ്കരിക്കുക. കാരണം വിശ്വാസം പഠിപ്പിച്ചെന്ന് എല്ലാ ദിവസവും ഫറദിന് പുറമെ 12 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവർക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു വീട്. അതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ഏറ്റവും മിനിമം ആയിട്ട്. പിന്നെ കൂട്ടാൻ സാധിക്കുമെങ്കിൽ കൂട്ടാം. ഇല്ല, ഈ റവാത്തിബന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും ഒരു 12 റക്അത്ത് ഫറദ് കൂട്ടാതെ ഒരു 12 റക്അത്തും കൂടെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചിന്തിച്ചാൽ മതി. ഇന്ന് ഞാൻ 12 റക്അത്ത് ഫറദിന് പുറമെ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അപ്പം തന്നെ നിസ്കരിച്ചു. രാത്രി തന്നെ നിസ്കരിക്കാറോ? 12 നിസ്കരിക്കും. ഒരു ദിവസം ഫറദിന് പുറമെ 12 റക്അത്ത് ഉണ്ടായാൽ മതി. അത് നമ്മുടെ മിനിമം ലെവലായിട്ട് നമ്മൾ നിശ്ചയിക്കുക.